അമ്പല കമ്മിറ്റിക്കാർ വിളിച്ചിട്ടല്ലേ വന്നേ? അമ്പല കമ്മിറ്റിക്കാർ വിളിച്ചിട്ടാണ് വന്നേ. പൂക്കളോട്ടെ സാറ് കേസെടുത്തോ? വലിയ എന്തായാലും തലപോന്ന കേസല്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയാൽ ശാസ്താംകോട്ട പോലീസിന്റെ നടപടിയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ഇതാണ്. നമസ്തേ, എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. കൊല്ലം ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് ഒരു കൂട്ടം യുവാക്കൾ ഒരു പൂക്കളമിട്ടു. ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കിയായിരുന്നു പൂക്കളം. കേരള പോലീസിന് ഹാലിളകി. 25 പേർക്കെതിരെ കേസ്. സിന്ദൂറും പാർത്ഥസാരഥിയുടെ രഥത്തിനു മുകളിൽ പാറിപ്പറക്കുന്ന ഭഗവധ്വജവും സമീപത്തെ ഛത്രപതി ശിവജിയുടെ ചിത്രവുമൊക്കെ കലാപം സൃഷ്ടിക്കാനാണെന്നാണ് പോലീസ് ഭാഷ്യം. അതെങ്ങനെ കേരള പോലീസെ? അങ്ങ് കണ്ണൂർ പൊയിലൂരിൽ നബിദിന റാലിയിൽ പലസ്തീൻ സ്വാതന്ത്ര്യത്തിനായി പ്രകടനം നടന്നു. അത് പ്രകോപനപരമല്ലേ? ഇവരൊന്നും പെഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾക്കായി റാലി നടത്തി കണ്ടിട്ടില്ലല്ലോ. ഒറ്റ ചോദ്യം ഇവരോടും കേരള പോലീസിനോടും: അങ്ങ് അതിർത്തിയിൽ പോയി സൈനികർക്കൊപ്പം നിവർന്നു നിൽക്കാൻ തണ്ടലിന് ഉറപ്പുണ്ടോ? എഡിറ്റേഴ്സ് ചോയ്സ് പരിശോധിക്കുന്നു. പാക് പോലീസോ പിണറായി പോലീസോ? നമുക്കൊപ്പം BJPയിൽ നിന്ന് കേണൽ എസ് ഡിന്നിയെ പ്രതീക്ഷിക്കുന്നു. 8 മണിയോടുകൂടി ശ്രീ ഒ അബ്ദുള്ള, മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, LDF, ഒപ്പം നിഖിൽ മനോഹർ, ജനപ്രതിനിധി, പ്രദേശവാസി, ഒപ്പം ബാബു അമ്പാടി, നാട്ടുകാരൻ. നമുക്ക് ആദ്യം നിഖിൽ മനോഹറിലേക്കൊന്ന് പോയി വരാം. നിഖിൽ മനോഹർ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഞങ്ങളുടെ സമീപത്ത് നിന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ ഉപദേശക സമിതിയുടെയും ശാസ്താംകോട്ട പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ആ ക്ഷേത്രമുറ്റത്ത് അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാര്, എല്ലാ ആ സമീപ പ്രദേശങ്ങളിലുള്ള ചെറുപ്പക്കാര് പൂക്കളമിടുന്നത്, സ്ഥിരമായിട്ട് പൂക്കളമിടുന്നതാണ്. എല്ലാ തിരുവോണനാളിലും പൂക്കളമിടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർഷങ്ങളും പൂക്കളമിടുന്ന രീതിയിൽ തന്നെ ഇത്തവണത്തെ തിരുവോണത്തിനും ഒരു പൂക്കളമിട്ടു. അതോടൊപ്പം തന്നെ ഉപദേശ സമിതിയുടെ ഭാഗമായിട്ട് പൂക്കളമിടുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ജനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം മുതലാക്കാട് ക്ഷേത്രത്തിന്റെ ഭരണം കൈയാളുന്നത് ഇടതുപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും ഒരു സംയുക്ത ഭരണസമിതിയാണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില കർക്കശമായ തീരുമാനങ്ങളൊക്കെ ക്ഷേത്ര ഉപദേശ സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് ഇത്തവണത്തെ തിരുവോണ നാളിലും അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാര്, അതും നമ്മുടെ ഭാരതീയത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്നെ ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മധൈര്യവും മനോവീര്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, അതിൽ നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, കക്ഷി ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ നമ്മളുടെ പൊലിഞ്ഞ 26 ഇന്ത്യൻ പൗരന്മാരുടെ ജീവന് വില നൽകുന്ന അല്ലെങ്കിൽ അതിന് പകരം ചോദിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ തന്നെ ചർച്ച ചെയ്ത നമ്മുടെ അമ്മമാരുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ സിന്ദൂരം മായ്ച്ച ആ ഒരു നടപടിക്കെതിരെ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വെച്ച ഒരു വലിയൊരു പ്രത്യാക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ വളർന്നു വരുന്ന തലമുറയും അതിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം, വരുന്ന തലമുറയിലേക്ക് എത്തണം. അവിടെ തൊടാൻ വരുന്ന ഭക്തന്മാരുടെ ഉള്ളിലേക്ക് ദേശസ്നേഹവും ദേശീയതയും വളർത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ആ ഒരു വലിയ സന്ദേശം ജനങ്ങളിലേക്ക്, കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പൊ ആ പൂക്കളത്തിലൂടെ അതിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സൈനികരടക്കമുള്ള പൂർവ്വ സൈനികരടക്കമുള്ള ആ സമീപത്തെ പ്രദേശവാസികൾ, കാരണം ആ മുതലാക്കാട് ദേശം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സൈനികർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ ദേശീയ വികാരങ്ങളും ദേശീയതയും ഒക്കെ വളരെയധികം ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂരിനും അതോടൊപ്പം തന്നെ അവിടുത്തെ സൈനികർക്കും ഒക്കെ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള പൂക്കളം അവിടെ ഒരുക്കുന്നത്. എന്നാൽ അതിൽ ശക്തമായിട്ടുള്ള വിരളി പൂണ്ടുകൊണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഉപദേശക സമിതി അത് അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ആ ചെറുപ്പക്കാർ അതിന് തയ്യാറാകുന്നില്ല. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കും. ശാസ്താംകോട്ട പോലീസ് എത്തിക്കൊണ്ട് അത് മാറ്റണം എന്ന് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന അതാണ്. കാരണം നമ്മുടെ ഒരു വലിയൊരു വികാരമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ വിദേശ ദൗത്യമടക്കം, വിദേശ സംഘമടക്കം, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇതിന്റെ ക്യാമ്പയിൻ ഒക്കെ എടുത്തതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ വിദേശത്തേക്ക് അയക്കുന്നില്ല, നമ്മുടെ വിദേശ സംഘത്തേക്ക് അല്ലെങ്കിൽ പ്രതിനിധി സംഘത്തേക്ക് അയക്കേണ്ടത് മുതലാക്കട്ടെ ആ ഉപദേശ സമിതിയുടെ അടുത്തേക്കായിരുന്നു.
അപ്പോൾ അത്തരത്തിൽ അത് മായ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ചെറുപ്പക്കാർ അതിന് തയ്യാറാകുന്നില്ല. തുടർന്ന് അതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ 25ഓളം വരുന്ന യുവാക്കൾക്കെതിരെ, ചെറുപ്പക്കാർക്കെതിരെ കേസെടുക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പൂക്കളം ഇട്ടതിന്റെ പേരിൽ കേരള പോലീസ് ഒരു കേസെടുക്കേണ്ടി വരുന്നത്. അതും കലാപ ആഹ്വാന പ്രകാരമാണ്. അതിൽ 1-ാം പ്രതിയായിട്ട് ഒരു പൂർവ്വ സൈനികനെയും 2-ാം പ്രതിയായിട്ട് നിലവിൽ സൈനികനായിട്ടിരിക്കുന്ന അശോകൻ എന്ന് പറയുന്ന വ്യക്തിയും ഒക്കെയാണ് അതിൽ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് തന്നെ നാണക്കേടായ ഒരു സംഭവമാണ് നമ്മുടെ മുതലാക്കാട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് അന്ന് അല്ലെങ്കിൽ ഇന്നലെ ആ തിരുവോണ ദിവസം മുതലാക്കാട്ട് സംഭവിച്ചത്. നിഖിൽ മനോഹർ, ഒപ്പം ബാബു അമ്പാടിയുണ്ട്. ബാബു അമ്പാടിക്ക് കേൾക്കാമോ ഞാൻ പറയുന്നത്? ബാബു അമ്പാടിയിലേക്ക് വരാം. ആ കണക്ഷൻ ത്രൂ ആയിക്കോട്ടെ. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അങ്ങയിലേക്ക് ഒന്ന് വരുന്നു. ഇത് കേരള പോലീസാണ്, ജനങ്ങളെ സംരക്ഷിക്കേണ്ട സേനയാണ്. ഇവരെന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു പൂക്കളത്തിൽ രേഖപ്പെടുത്തിയത് കണ്ടുടനെ കേസെടുക്കുന്നത്? അതും 2 സൈനികർ അടക്കമുള്ളവരാണ്, ഈ കണ്ടാൽ അറിയുന്നവർ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ തലയ്ക്ക് നേരെ ചൂണ്ടിയ തോക്കിനുള്ള മറുപടിയായിരുന്നു, പൊലിഞ്ഞ ജീവനുകൾക്കുള്ള മറുപടിയായിരുന്നു, പൊലിഞ്ഞ സിന്ദൂരത്തിനുള്ള മറുപടിയായിരുന്നു. അതിൽ അഭിമാനം കൊള്ളണ്ടേ? അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊള്ളണ്ടേ എല്ലാ സേനാ വിഭാഗങ്ങളും? അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. പ്രദീപിള്ള, ഇപ്പം നേരത്തെ സംസാരിച്ച നിഖിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരം ആദ്യമേ തന്നു കഴിഞ്ഞു. കാര്യം എന്താണ്? ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി അത് ഭരിക്കുന്നത് CPM-ൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ആൾക്കാരെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഈ 2 കക്ഷികൾ മാത്രം വരണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് പിന്നെ നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഈ ഉപദേശ സമിതിയായിട്ട് ഈ ചെറുപ്പക്കാർ നേരത്തെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൻ്റെ പുറത്ത് അതിനുശേഷമാണ് ഈ അത്തപ്പൂക്കളം വന്നത്. നോക്കൂ, ഈ കേരള പോലീസ് നേരെ ചെന്ന് ഇവരുടെ പേരിൽ കേസെടുത്തു ഇല്ലല്ലോ. അവിടെ ഒരു പരാതി ഉയർന്നു. ആ പരാതി പോലീസ് സ്റ്റേഷനിലെത്തുകയും ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നാണ് ഇവരുടെ അടുത്ത് അത് മാറ്റാൻ പറയുന്നത്. നോക്കൂ, നമ്മുടെ പിന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിലെ അഭിമാനമാണ്, ഇല്ലയെന്നൊന്നും ആരും പറയില്ല. പക്ഷേ അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള പ്രശ്നത്തിന് വരുമ്പോൾ ഇത് ഒരു രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ വരുന്നത്. നോക്ക്, ഒരു അത്തപ്പൂക്കളെന്ന് ഓണത്തിൻ്റെ നോക്ക്, ഇവർ ഏത് ഇത് ഭാവിയിൽ ജീവിക്കുന്നത് എനിക്കറിഞ്ഞില്ല. ഒരു അത്തപ്പൂക്കളം എന്നത് ഇവർ പറയുന്ന കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തിക്കൊണ്ട് വരുന്നതാണ് ഈ അത്തപ്പൂക്കളൊന്നും. ഈ വർഷം മാത്രം എന്താണ് ഈ സിന്ദൂറിൻ്റെ ഇത് വരുന്നത്, അവിടെ ഒരു കാവിക്കൊടി വരുന്നത്, അവിടെ തൊട്ട് ബാക്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത് 50 മീറ്ററിൻ്റെ അകത്ത് ശിവജിയുടെ പടം വന്നത്. നോക്കൂ, ഇതെന്ന് വെച്ചാൽ അത് ഓണാഘോഷം എന്ന് പറയുന്നത് ഈ ലോകത്തെമ്പാടും മലയാളികളുടെ ഒരു ആഘോഷമാണ്. അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നുമില്ല, എല്ലാവരും ഒരു ആഘോഷിക്കുന്ന ഒരു മലയാളിയുടെ ആഘോഷമാണ് ഓണാഘോഷം. അവിടെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. എന്തിനാണ് നിങ്ങൾ അത്തപ്പൂക്കളത്ത് നിങ്ങൾ വീട്ടിലിടൂ, ഈ സൈനികന്റെ വീട്ടിൽ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചോളൂ. ഒന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ മാറ്റാൻ കേരള പോലീസ് പറയുന്നത് എന്തിനാണ്? ഇതേപോലെ ഒരു മിനിറ്റ്, കോൺഗ്രസും CPM-ഉം ചേർന്നാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞു, അത് തന്നെ ഒരു ശരികേടാണ്. 2, നിങ്ങൾ വീട്ടിൽ ചെന്നിടുന്നു എന്ന് പറയുന്നത് അങ്ങ് പിൻവലിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഹാലിളകുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ അങ്ങ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഇന്ത്യ മുന്നണിയിൽ അടക്കം ഉള്ള നേതാക്കളാണ് ലോകമെമ്പാടും സഞ്ചരിച്ച് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ബോധ്യപ്പെടുത്തിയത്. ഇന്നിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് പാകിസ്ഥാന്റെ സഖ്യകക്ഷി എന്ന് ധരിച്ചിരുന്ന ചൈനയ്ക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു. ചൈന ആ നിലപാടിനൊപ്പം നിൽക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തിൽ ചൈന ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടിടൂ എന്നുള്ള പ്രയോഗം അങ്ങ് പിൻവലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയൊന്നും പറഞ്ഞ് ശീലിക്കരുത്. വാദത്തിന് വേണ്ടി പോലും അങ്ങനെയൊന്നും പറഞ്ഞ് ശീലിക്കരുത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾ വീട്ടിൽ കൊണ്ടിടൂ എന്നുള്ള വർത്തമാനം അങ്ങ് പറയരുത്. അത് വീട്ടിലിട്ടാൽ അത് പ്രശ്നമാവൂലായിരുന്നു എന്നാണ് പറയുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ? നമ്മളെ സ്വന്തം വീട്ടിൽ ആ പട്ടാളക്കാരൻ അല്ലെങ്കിൽ ആ സൈനികന്റെ വീട്ടിൽ ഒരു അത്ത നമുക്ക് മോശമാണത്. അല്ലല്ല, സൈനികന്റെ വീട്ടിൽ ഇട്ടിട്ട് ഇത് ഇടുമ്പോൾ പ്രശ്നം വരില്ലായിരുന്നു.
ഇതൊരു പബ്ലിക്കായിട്ട് ഇടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അത് ഈ മറച്ചു വെക്കേണ്ട ഒളിച്ചു വെക്കേണ്ട ഒന്നാണെന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. എവിടെ ഈ സിന്ദൂർ, ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ ആരെങ്കിലും തള്ളി പറയുന്നു? ഏതെങ്കിലും മതവിഭാഗങ്ങൾ തള്ളി പറഞ്ഞു? ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ തള്ളി പറഞ്ഞു? അല്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിനെ തരം പോലെ ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും തള്ളി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഈ അത്തപ്പൂക്കൊള്ളത്തിലൊന്നും ഇതൊന്നും പാടില്ല എന്ന്. നമ്മൾ എവിടെ എഴുതിയിരിക്കുന്നു? അല്ല, ഈ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി. ശരി, അങ്ങയുടെ നിലപാട് ഞാൻ തിരികെ എത്താം. നിഖിൽ മനോഹറിന് മറുപടി പറയണമെന്ന് പറഞ്ഞു ഞാൻ വരാം. പക്ഷേ അബ്ദുള്ള സാർ കുറച്ച് അധികം സമയമായിരിക്കുന്നു. ശ്രീ അബ്ദുള്ള, ഞാൻ അങ്ങേക്കായി ഇനി പ്രത്യേകം ചോദ്യം ചോദിക്കുന്നില്ല. അങ്ങ് ഇതുവരെ നടന്ന ചർച്ചകൾ കണ്ടാണ്, വിഷയം കണ്ടതാണ്. അങ്ങയുടെ ആദ്യ പ്രതികരണം കേൾക്കാനായി കാത്തിരിക്കുന്നു. അബ്ദുള്ള സാർ, സ്വാഗതം. അല്ല, ഈ വിഷയത്തിൽ നമുക്ക് പരസ്പരം തർക്കിക്കാനോ അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞ് കീഴ്പ്പെടുത്താനോ ചെയ്യേണ്ടതായ ഒരു വിഷയമാണ് എനിക്ക് തോന്നുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതായ ഒരു മഹത്തായ സംഗതി, തീർച്ചയായും നമ്മൾ അഭിമാനിക്കേണ്ടതായ ഒരു വിഷയം തന്നെയാണ് സിന്ദൂർ. പക്ഷേ ഇവിടെ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്ത് പൂക്കളമുണ്ടാക്കി എന്നത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിവാദ വിഷയമാവുന്നത്? അവിടെ ബോംബല്ലല്ലോ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അതുപോലത്തെ സ്ഫോടനാത്മകമായ എന്തെങ്കിലും ആണോ? അങ്ങനെ ഇന്ന് ചർച്ച ചെയ്യാവുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട്. പലസ്തീനെ അനുകൂലിക്കുന്നതിന് പേരിൽ ഇവിടുന്ന് ഒരുപാട് യുവതികളെ അറസ്റ്റ് ചെയ്തു. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ആദ്യമായി അംഗീകരിച്ചത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യ എതുപോലെയാണോ അതുപോലെയാണ് പലസ്തീനിലെ ജനങ്ങൾക്ക് പലസ്തീൻ എന്നാണ്. അത്തരമൊരു വിഷയം ഉണ്ടായിരിക്കും താങ്കൾ ഈ ഒരു താരതമ്യേന അപ്രധാനമായ ഒരു വിഷയത്തിൽ എത്തിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാലും നമ്മൾ പറയാം, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ പരസ്പരം അങ്ങേയറ്റം വിട്ടുവീഴ്ചയോടുകൂടി അതിനെ നോക്കിക്കാണുകയും സാമർത്ഥ്യത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു സംഭവം ഉണ്ടായത്, കാവിക്കൊടി പറപ്പിച്ചു എന്നുള്ളതാണ്. അതെന്തിനു ചെയ്തു? കാവിക്കൊടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഘടനയുടെ ഒരു ചിഹ്നമാണ്. അതിന് പകരം മറ്റെന്തെങ്കിലും ഒരു അടയാളമായിരുന്നെങ്കിൽ ഇത്രത്തോളം വിവാദമാവുകയില്ല എന്നാണ് എൻ്റെ ഒരു വായന. ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഏതായാലും നമുക്ക് തർക്കിക്കാനും ചർച്ച ചെയ്യാനും ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാക്കി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. റൈറ്റ്, ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. എനിക്കത് ഇഷ്ടപ്പെട്ടു. ബോംബല്ലല്ലോ അവിടെ ഉണ്ടാക്കിയെന്ന്. പക്ഷേ ഇത് അപ്രസക്തമാണോ, ഇത് ചർച്ച ചെയ്യേണ്ടതുള്ളോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് 25ഓളം ചെറുപ്പക്കാർ, അവരിൽ സൈനികരുമുണ്ട്. പോലീസിനൊക്കെ അറിയില്ലായിരിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു അത്തപ്പൂക്കളം ഇട്ടതിൻ്റെ പേരിൽ അത് കലാപമുണ്ടാക്കാനാണെന്ന് വ്യാഖ്യാനിച്ചു. 1. 2, പിന്നെ കാവിക്കൊടിയല്ല, പാർത്ഥസാരഥിയുടെ രഥത്തിന് മുകളിൽ നമ്മളൊക്കെ ജനിക്കുന്നതിനും ഓർമ്മ വയ്ക്കുന്നതിനും അല്ലെങ്കിൽ യുഗാന്തരങ്ങൾക്ക് മുമ്പ് തന്നെ പറക്കുന്നൊരു പതാക, അത് നമ്മൾ പിന്നെ പരമ്പരാഗതമായി കണ്ടും അറിഞ്ഞും കേട്ടും വന്നതാണ്. പാർത്ഥസാരഥി ക്ഷേത്രമാണ്. സാക്ഷാൽ അർജുനൻ്റെ തേരാളിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തേരിന് മുകളിൽ ഉള്ള പതാക. അപ്പോൾ അതിൻ്റെ സാങ്കത്യം അതാണ്. അപ്പോൾ അത് അങ്ങേക്ക് അപ്രധാനം എന്ന് തോന്നാമെങ്കിലും ഒരു നാടിനെയും ഒരു സംസ്കാരത്തെയും അവരുടെ ദേശഭക്തിയും ഒക്കെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങ് പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടു. ശ്രീ സതീഷ് വസന്തിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങയുടെ ഒരു ചോദ്യമുണ്ട് സതീഷ് വസന്തിനോട്. അതിന് മുമ്പ് നിഖിൽ മനോഹറിന് മറുപടി പറയാനുണ്ടെന്ന് പറഞ്ഞു. നിഖിൽ. അല്ല, ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അവിടെ ഭരിക്കുന്നത് കോൺഗ്രസും LDFും കൂടി ഒരുമിച്ചാണെന്ന് പറയുമ്പോൾ എന്തോ വലിയ നേട്ടമായിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 3 വർഷം മുമ്പാണ് അവിടെ മുതലാക്കാട് പാർത്ഥസാരഥിയുടെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നത്. സംഘപരിവാർ സംഘടനകളും ഒറ്റ പാനലിലും മറ്റ് ബാക്കി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും കൂടി ചേർത്തൊരു കൂട്ടുമുന്നണി ഉണ്ടാക്കി പരിവാർ സംഘടനകളെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പാനൽ ഉണ്ടാക്കിക്കൊണ്ടാണ് മത്സരിക്കുന്നത്. അതിൽ സംഘപരിവാർ സംഘടനകൾപ്പെട്ട മെമ്പേഴ്സും വിജയിച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം മറ്റ് അവിയല് മുന്നണി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കൂട്ടുമുന്നണിയുടെ ഭാരവാഹികളാണ്. CPMന്റെ ഏരിയ സെക്രട്ടറിയും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ഒക്കെ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്നത് നമ്മൾ കേരളത്തിന് പുറത്തേ കണ്ടിട്ടുള്ളൂ. പക്ഷെ മുതലാക്കാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാഴ്ചകൾ കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച്, അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അവിടെ സംഘപരിവാർ സംഘടനകളെ പരാജയപ്പെടുത്തുവാൻ. അതെന്തോ വലിയ ക്രെഡിറ്റ് ആണ് എന്ന രീതിയിലാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം അദ്ദേഹം പറഞ്ഞത്,
ഈ അത്തപ്പൂക്കളത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം കണ്ണൂർ കളക്ടറേറ്റിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അവർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തീമാണ് അവിടുത്തെ അത്തപ്പൂക്കളത്തിൽ ഇട്ടത്. അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ചെട്ടികുളങ്ങര ക്ഷേത്രത്തില് അടക്കം നിരവധി ആരാധനാലയങ്ങളിൽ, കാരണം നമ്മുടെ ഭാരതീയന്റെ ഒരു വികാരം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. നമ്മുടെ ദേശീയതയുടെ ഒരു ചിഹ്നമായിട്ട് തന്നെ ഒരു ക്യാപ്ഷനായിട്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ഒരു സന്ദേശം ദേശസ്നേഹികളായിട്ടുള്ള എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിന് തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കണ്ടാൽ എന്തുകൊണ്ടാണ് ഈ ഭരണസമിതിക്ക് ഇത്ര പ്രശ്നം എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല അതിനെതിരെ സൈനികരടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയാണ്. ഇത് ഓപ്പറേഷൻ സിന്ദൂർ ഇട്ടത് മുതലാക്കട്ടെന്നത് ഇന്ത്യക്കകത്താണ്, അല്ല ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊന്നും വല പോയിട്ടത്. മറ്റ് രാജ്യങ്ങൾ പോലും ഓപ്പറേഷൻ സിന്ദൂറിനെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മുതുപിലാക്കാട്ടെ ഭരണസമിതിക്കും ശാസ്താംകോട്ട പോലീസിനും എന്താണ് അതിൽ പ്രശ്നം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇതിനെതിരെ ഭരണസമിതിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പ്രദേശവാസി എന്നതിൽ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. ശരി നിഖിൽ, ഞാൻ കേണൽ ഡിന്നി നമ്മോടൊപ്പം ചേരും ഈ ചർച്ചയിൽ. ഒപ്പം സതീഷ് വസന്തിനോട് ഒരു ചോദ്യം കൂടി. ഈ ഗുരുവായൂർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങ് ഗുരുവായൂർ അമ്പലത്തിൽ സ്പെഷ്യൽ അത്തപ്പൂക്കളം ഇടാറുണ്ട്, അതുമൊക്കെ ബാൻ ചെയ്യണം എന്ന് അങ്ങ് പറയും. എന്തൊക്കെ ആണ് നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നിയന്ത്രിക്കണം എന്ന് ഇന്ത്യ മുന്നണി പറയും. ഇപ്പം നിഖിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്ത്യ മുന്നണി യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് ഈ മുതബിലാക്കാട് ആണ് എന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, പെട്ടെന്ന് ഒരു ഇടവേളയിൽ കൂടെ പോകേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം ഡിങ്കിൽ പറഞ്ഞതെന്ന് വെച്ചാൽ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നോക്കൂ, ഇവരെല്ലാം ഹിന്ദുക്കളല്ലേ. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ്. പക്ഷേ ഞാൻ ദിവസവും കാലത്തെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ എൻ്റെ വക്കീൽ ഓഫീസിൽ പോവുള്ളൂ. അത് എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായി ട്രിവാൻഡ്രത്തുള്ളവർക്ക് എല്ലാവർക്കും. എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഹിന്ദു വിരുദ്ധതയോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുമ്പം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കണക്കാക്കണം. അവിടെ രാഷ്ട്രീയം പാടില്ല. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ അവിടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇത് അതിപ്രസരം വന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഒരു അത്തപ്പൂക്കളം ഇപ്പം നേരത്തെ നമ്മളെ ഇദ്ദേഹം പറഞ്ഞ പോലെ പ്രദീപുള്ള എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നങ്ങൾ വരേണ്ട. ഇതൊന്നും ബോംബൊന്നും അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു അത്തപ്പൂക്കളത്തിൻ്റെ പ്രശ്നം. അപ്പം അവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ നിഖിലിനെ ചോദിക്കുന്നത്, ഈ ക്ഷേത്രം ഭരിക്കുന്നത് ഹിന്ദുക്കളല്ലാതെ മറ്റു മതസ്ഥരൊന്നും അല്ലല്ലോ, ആണോ? അല്ലല്ലോ. നിങ്ങൾ ഈ രാഷ്ട്രീയം എന്തിനാണ് കൊണ്ടുവരുന്നത്? നിങ്ങളവിടെ അത്തപ്പൂക്കളം ഇടൂ. അവിടെ ഈ രാഷ്ട്രീയം വന്നുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. നിഖിലെ, നമ്മൾ ഈ രാഷ്ട്രത്തിൽ നമ്മൾ അവിടെ അല്ല നിങ്ങൾ തിരഞ്ഞെടുപ്പൊക്കെ അതൊക്കെ പറ്റുന്നേ ഒരു ക്ഷേത്രത്തില് തിരഞ്ഞെടുപ്പിൽ അവിടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഉപദേശ സമിതിയിൽ പ്രദീപിലെ ഒരു കാര്യം പറയുന്നത് നിഖിലെ, ആ ഉപദേശ സമിതിയിൽ നിങ്ങൾ പറഞ്ഞ ഭൂരിപക്ഷം CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാരാണെന്ന്. അവിടെ എല്ലാവരും ഉണ്ടെന്നേ, നിങ്ങൾ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് പറയുന്നത് വെച്ചാൽ ഉപദേശ സമിതിയും എല്ലാവരും കൂടി നല്ലൊരു സഹവർത്തിത്തോട് പോകണം. അവിടെ രാഷ്ട്രീയം നിങ്ങൾ കലക്കല്ലേ. ഒരു ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിൽ ക്ഷേത്രവിധിയിൽ പോവുക. നിങ്ങൾ രാഷ്ട്രീയം കാണുന്നുണ്ടാണ് മറ്റുള്ളവരും രാഷ്ട്രീയത്തിലേക്ക് പോണത്. റൈറ്റ്. എഡിറ്റേഴ്സ് ചോയ്സ് തുടരുകയാണ്. പാക് പോലീസോ പിണറായി പോലീസോ അതോ കേരള പോലീസോ? ഏതായാലും കേണൽ ഡിന്നി, സ്വാഗതം. ജയ് ഹിന്ദ്. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. അങ്ങ് കേട്ടിട്ടുണ്ടാവും ഇതുവരെ നടന്ന ചർച്ചകൾ. അങ്ങേക്ക് വിഷയമറിയാം. അങ്ങ് കൊല്ലത്ത് നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയുന്നു ഇത് രാഷ്ട്രീയ അതിപ്രസരമാണ് ഇതിന് കാരണമെന്ന്. അതുപോലെ ക്ഷേത്രമുറ്റത്ത് എന്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്, കാവിക്കൊടി എന്തിന്, ഭഗവത് ധ്വജം എന്തിനാണ്, ഓണം ആണ് വിഷയം. രണ്ട്, ശ്രീ ഒ അബ്ദുള്ളയുടെ വാദം. ഒ അബ്ദുള്ള അംഗീകരിക്കുന്നു, ബോംബല്ലല്ലോ ഉണ്ടാക്കിയത്, പൂക്കളമല്ല, ഇത് വിവാദമാക്കേണ്ട, പക്ഷേ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു ശ്രീ ഒ അബ്ദുള്ളയുടെ വാദം. കേണൽ ഡിന്നി. ശ്രീ പ്രദീപ്, ഞാൻ ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഞാൻ നേരിട്ട് പോയിരുന്നു. അവിടെ ഞാൻ പോയി കണ്ടു, ആ പൂക്കളം ഞാൻ നേരിട്ട് കണ്ടു. അവിടുത്തെ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു. അവിടുത്തെ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ എന്താണ് പ്രശ്നം എന്നുള്ള നേരിട്ട് പോയി അറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കുകയാണ്. അതായത് ശ്രീ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞ ഒരു കാര്യം ശരി തന്നെയാണ്. അത് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം തുടങ്ങിയത് ശ്രീ പ്രദീപ് ഒരു 3 വർഷം മുമ്പാണ്. 15 വർഷത്തോളമായിട്ട് ഇവിടെ പൂക്കളം സ്ഥിരമായിട്ട് ഇടുന്നുണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു 2-3 വർഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2 വർഷം മുമ്പ് ഈ ഭരണസമിതി മാറിയ ശേഷം അന്നപ്പ തൊട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ വരുന്നത്. ആ ഭരണസമിതി വന്ന്, അതായത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ഭരണസമിതിയിൽ ഒരു കംപ്ലീറ്റ് ഒരു ഇന്ത്യ മുന്നണി, അതായത് കോൺഗ്രസും CPM-ഉം ഇവിടെ ഒരുമിച്ച്, അതായത് പ്രത്യേകിച്ച് CPM പ്ലസ് കോൺഗ്രസ് ആണ് അതിനകത്ത് മെജോറിറ്റി ആയിട്ടുള്ളവർ. അതിനകത്ത് 7ഓളം BJP അനുകൂലമായിട്ടുള്ള ആളുകളും ഉണ്ട്, ശരിയാണ്. പക്ഷെ മെജോറിറ്റി അവരുടേതാണ്.
അവർ വന്നപ്പോൾ തൊട്ടാണ് ഈ പൂക്കളത്തിനകത്തും കൊടിക്കും ഒക്കെ ഉള്ള ഒരു പ്രശ്നമായിട്ടുള്ള രീതിയിലേക്ക് വന്നത്. അതായത് കാലാകാലങ്ങളിൽ അവിടെ ആളുകൾ വളരെ സന്തോഷവും വളരെ നല്ല രീതിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന, നല്ല രീതിയിലുള്ള ഉത്സവവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ്, ആ പരിസരമാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഈ ഭരണസമിതി മാറിക്കഴിഞ്ഞപ്പോൾ അവർ ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. അതായത് കൊടി പാടില്ല, പൂക്കളത്തിനകത്ത് ഇങ്ങനെ പാടില്ല, പൂക്കളത്തിന് അങ്ങനെ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷയം അവിടെ ഉണ്ട്. അതിനകത്ത് ഞാൻ അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞതിൽ വളരെ ശരിയാണ്, അത് പൊളിറ്റിസൈസേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തിരിക്കുന്നത് CPM പ്ലസ് കോൺഗ്രസ് പാർട്ടീസ് ആണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ, ഇപ്പോഴത്തെ ഈ ഒരു വിഷയം നോക്കാം. ഈ വിഷയം എന്താണ് സംഭവിച്ചത്? ഈ വിഷയത്തിന് മുൻപിൽ അവിടുത്തെ യുവാക്കൾ എല്ലാവരും കൂടെ അവിടെ ഒരു പൂക്കളം ഇടണം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പൊ അവിടെ ചർച്ചയായി. അപ്പം അവിടെ കോടതിയുടെ ഓർഡർ ഉണ്ട്, അതായത് ഈ പരിസരത്തെങ്ങും കൊടിയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ പോലീസ് എന്ത് ചെയ്തു? അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ അവിടെ ഒരു ചർച്ച നടത്തി 2 ഏരിയ, അതായത് ഒരെണ്ണം ഭരണസമിതിക്കും കൊടുത്തു, ഒരെണ്ണം ഈ യുവാക്കൾക്കും ഇടാൻ വേണ്ടിയുള്ള സ്ഥലം. ആ ഇടുന്ന വെച്ചാൽ നേരെ ഭഗവാന്റെ മുന്നിലുള്ള ആ ക്ഷേത്രം തൊട്ട് മുൻവശത്താണ്, റോഡിന്റെ സൈഡിലായിട്ടാണ്. അപ്പൊ പോലീസ് ഇയർമാർക്ക് അല്ലെങ്കിൽ പോലീസ് നിയോഗിച്ച സ്ഥലത്താണ് ഈ 2 പേരും ചെയ്തത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. അല്ലാതെ ഇവർ സ്വന്തമായിട്ട് പോയി അടിച്ച് കയറി അകത്ത് കയറി ഇടുകയോ അങ്ങനൊന്നുമല്ല ചെയ്തത്. പോലീസായിട്ട് നിന്ന് പോലീസായിട്ട് കൊടുത്ത സ്ഥലത്താണ് ഇവർ പൂവിട്ടത്. ഇനി രണ്ടാമത്, ഈ പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് പോലും പോലീസ് അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. പോലീസ് അവിടെ കാവൽ നിൽക്കുകയായിരുന്നു. പോലീസ് അവിടെ കണ്ടു, ഒരു പ്രശ്നമില്ലാതെ ഇത് ചെയ്തു. അവർ പോയി കഴിഞ്ഞിട്ട് ഈ ഭരണസമിതിക്കാർ നേരത്തെ ഇട്ട് അവർ വീട്ടിൽ പോയി. ഇവർ കുറച്ചും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇവർ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത് അവർ കണ്ടത്. അത് കണ്ടപ്പം ഉടനെ അവർക്ക് അത് പാടില്ല, അത് രാഷ്ട്രീയമാണ് എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിൽ എവിടാണ് രാഷ്ട്രീയം എന്ന് ചോദിച്ചപ്പം അവർക്ക് ഉത്തരം മുട്ടിയപ്പം അവർ പറഞ്ഞു, അല്ലല്ല അത് പറ്റത്തില്ല, ഇതിനകത്ത് നിങ്ങൾ കാവിക്കൊടി ഉണ്ടെന്ന്. ഈ കാവിക്കൊടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ശ്രീ പ്രദീപ്? കാവിക്കൊടി, ഈ ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ തേരിന്റെ സാരഥിയായിട്ട് ഇരുന്ന ആ ക്ഷേത്രത്തിന്റെ അകത്ത് മുന്നിൽ ജമന്തിപ്പൂ ഉപയോഗിച്ച് ഒരു കൊടി വെച്ചതിനാണ് ഇവർ കാവിക്കൊടി എന്ന് പറയുന്നത്. ഇനി ജമന്തിപ്പൂവിന്റെ കളറ് മാറ്റി പച്ച കളറോ അല്ലെങ്കിൽ ചുവപ്പ് കളറോ മാത്രം ആക്കാനുള്ള ശേഷിയൊന്നും നമുക്കില്ലല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ വിഷ്വൽസിനെ കാണാം, അതിനകത്ത് എത്രമാത്രം പൂക്കള ഉള്ളത് നോക്കൂ. ആ പൂക്കളല്ലാതെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കൊടി ഉണ്ടോ? കൊടി ഒന്നുമില്ല, ഒരു കൊടിയില്ല. പൂക്കൾ വെച്ച് ചെയ്ത ഒരു പൂക്കളമാണ് അത്. അതായത് നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പൂക്കൾ വെച്ച് ചെയ്തതാണ്. അപ്പൊ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ, ഈ ക്ഷേത്രത്തിന്റെ വെളിയിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു തുടങ്ങിയത് അവർക്ക് മനസ്സിലായി ഇത് ശരിയാവത്തില്ല. കാരണം അത്രമാത്രം പ്രതിഷേധം നാട്ടുകാരിൽ നിന്ന് തന്നെ പറയാൻ തുടങ്ങി. എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്ക് പ്രശ്നമെന്ന്. ഉടനെ അവർ മാറ്റി കാവിക്കൊടിയിലേക്ക് പോയി. കാവിക്കൊടി വന്നപ്പോൾ പിന്നെയും കാവിക്കൊടി അത് പറ്റത്തില്ല. കാരണം പാർത്ഥസാരഥി അമ്പലമാണ്. പാർത്ഥസാരഥി ഭഗവാൻ കൃഷ്ണന്റെ തേരിന്റെ മുകളിൽ അതേ കൊടിയാണ്. ആ കൊടി നേരെ പൂക്കളത്തിൽ വരുമ്പോൾ എന്താണ് പ്രശ്നം? അപ്പൊ ഉടനെ അടുത്ത പ്രശ്നമായി ഒരു ഫ്ലെക്സ് ബോർഡ്, ശിവാജി മഹാരാജിന്റെ ഫ്ലെക്സ് ബോർഡ്. ഈ ഫ്ലെക്സ് ബോർഡ് എവിടെയാണ് ഇരിക്കുന്നത്? ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് ഇരിക്കുന്നത്. അപ്പൊ ഇത് ഒന്നും വരാത്ത രീതിയിലാണ് അവർ വന്നതും. അപ്പോഴാണ് പോലീസ് വന്ന് FIR എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? കലാപത്തിന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭാരതത്തില്, കേരളത്തില് ഒരു ക്ഷേത്രത്തിന് മുന്നിൽ, പാർത്ഥസാരഥി അമ്പലം ക്ഷേത്രത്തിന് മുന്നിൽ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ ഭഗവാൻ കൃഷ്ണന്റെ തേരിന്റെ മുകളിലുള്ള ആ കൊടിയുടെ അതേ രൂപത്തിൽ പുഷ്പം കൊണ്ട് വെച്ച് വരവെച്ച അതേ ഒരു കാര്യത്തിലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നതിന് അഗേൻസ്റ്റ് ആയിട്ട് 25ഓളം യുവാക്കളുടെ, അതിനകത്ത് 2 സൈനികർ, ഒരു സർവിംഗ് സോൾജറും ഒരു മുൻ സൈനികരും, അവരഗേൻസ്റ്റ് ആയിട്ട് കലാപത്തിനാണ് ഇവർ കേസ് എടുത്തേക്കുന്നത്. ഒന്നാലോചിച്ചു. എന്നിട്ട് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത്, ആ FIR പറയുന്നത് നമ്മളൊന്ന് അത് വായിക്കണം. ആ FIR ശ്രീ പ്രദീപ് അത് വായിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനകത്ത് പറയാണ്, ഈ 4/9/2025 രാത്രി 9 മണിയോടെ ശാസ്താംകോട്ട വില്ലേജിൽപ്പെട്ട മുതലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പൂക്കൾ കൊണ്ട് അത്തപ്പൂവ് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ശ്രീ പ്രദീപ്, അനുവാദമില്ലാതെ പൂക്കളം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ആ യുവാക്കളെ കാവൽ നിന്നത് പോലീസുകാരാണ് അവിടെ ഏരിയ ഡിമാർക്ക് ചെയ്ത് കൊടുത്തത്. അതേ പോലീസുകാരാണ് കാവൽ നിന്നിട്ടാണ് ഇപ്പൊ അവർ FIR പറയുന്നത് അനുവാദമില്ലാതാണ്. നോക്കൂ എത്രമാത്രം ഇരട്ടത്താപ്പാണെന്ന് നോക്കൂ. എന്നിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒറ്റ ചോദ്യം, അങ്ങ് ഈ FIR കണ്ടതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഇനി വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരേണ്ട എന്നുള്ളതുകൊണ്ടും അതിലെവിടെയെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടോ? പോലീസ് അവിടെ വീഡിയോ എടുക്കുമ്പോഴും തർക്കിക്കുമ്പോഴൊക്കെ ഓപ്പറേഷൻ സിന്ദൂർ അങ്ങ് മായ്ക്കണമെന്ന് പറയുന്ന പോലീസ് അബദ്ധം മനസ്സിലായി FIR ഓപ്പറേഷൻ സിന്ദൂർ മിണ്ടുന്നില്ല. കറക്റ്റ് ശ്രീ പ്രദീപ്,
ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ FIR-നകത്ത് എഴുതാൻ പറ്റിയുള്ള ചങ്കൂറ്റം ഒന്നും ആർക്കും ഇല്ല അവിടെ. അത് വേറെ കാര്യം. അത് കറക്റ്റായിട്ട് അവർക്കും അറിയാം. കാരണം പോലീസുകാരും ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ അവർക്ക് എവിടുന്നാണ് കൊട്ട് കിട്ടാൻ പോകുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ ഓപ്പറേഷൻ ഇത് തന്നെ ഈ FIR തന്നെ ഹൈക്കോടതി ചെല്ലുമ്പോൾ അതെടുത്ത് ദൂരെ എടുത്ത് കളയും. കാരണം അവർ ഒരു പൂക്കളം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അത് അനുമതി ഇല്ല എന്നുള്ളത്. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വിഷ്വൽസ് ഉണ്ട്, ഇവരിൽ വീഡിയോ ഉണ്ട്, പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട്. പോലീസുകാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പോലീസുകാർ ആദ്യം ചെയ്ത ഒരു നല്ല ഉദ്ദേശം വെച്ചിട്ടാണ്, അതായത് എയർമാർക്ക് ഏരിയ കൊടുത്തു, അവരവിടെ നിന്നു, ഏതെങ്കിലും ഒരു രീതിയിൽ കലാപം മറ്റോ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാവരുതെന്നുള്ള കാര്യം നിന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഭരണസമിതിയിൽ ആളുകൾ വന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന്, അതുകൊണ്ടാണ് ഞാൻ അന്നും ചോദിച്ചത് ഇന്നും ചോദിക്കുന്നത്, ഇന്നലെയും ചോദിച്ചത്, ആർക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ അലർജി? നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ ആർക്കാണ് അലർജി? എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ അലർജി? ഈ നാട് മൊത്തം ഒറ്റക്കെട്ടായിട്ട് മതത്തിന് നോക്കാതെ, ജാതി നോക്കാതെ, ഏരിയ നോക്കാതെ, ഭാഷ നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ ഇവിടെ ചില രാഷ്ട്രീയക്കാർക്ക് മാത്രം എന്താണ് അലർജി? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ എന്താണ് അലർജി? ആ അലർജി കാരണമാണ് അവർ അതിനെ ഉടനെ തടഞ്ഞത്. അത് ഉടനെ പോലീസിന്റെ മേൽ പ്രഷർ വന്നപ്പം അവർ FIR രജിസ്റ്റർ ചെയ്തു. അല്ലാതെ ഒരു പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് ഇത് രാഷ്ട്രീയപരമായിട്ട് കൊണ്ടുവരുന്നത് CPM അനുകൂലമായിട്ട് നിൽക്കുന്ന ആ സമിതിയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് വളരെ ക്ലിയർ ആണ്. പാർത്ഥസാരഥി അമ്പലത്തിന്റെ മുന്നിൽ ഭഗവാൻ കൃഷ്ണന്റെ തേരിൽ മുകളിലുള്ള ആ കൊടി, ജമന്തി പൂവും മറ്റു പൂക്കൾ വെച്ചിട്ട് വെക്കുന്ന അത് ഈ ഭാരതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന കാര്യം ഈ ഭാരതത്തിന്റെ സൈനികർ അവരുടെ ശൗര്യം കാണിച്ച ഒരു കാര്യമാണ്. നമ്മളെ നാട്ടിൽ വന്ന് നമ്മുടെ സഹോദരന്മാരെ ഇല്ലാതാക്കി പോയിട്ട് പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്ത് നല്ല രീതിയിൽ ഒരു മറുപടി കൊടുത്ത ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് അഭിമാനം മാത്രമേ ഉള്ളൂ. അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ ഒരു കുറ്റമൊന്നുമല്ല. അങ്ങനെ കേസ് എടുക്കുന്നതാണ് രാജ്യദ്രോഹം കുറ്റം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അവിടെ കുട്ടികൾ, അവിടുത്തെ ആ യുവാക്കളുടെ കൂടെ തന്നെ ഉണ്ടാവും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിനകത്ത് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം CPM-ന് അവിടെ അവർക്ക് ഇനിയിപ്പോ ഇതിനകത്ത് ഊരിപ്പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകാതുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് ശ്രീ പ്രദീപ് ജസ്റ്റ് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പറയാണ്, വ്യാജമായിട്ടുള്ള ഒരു പ്രചരണം നടത്തരുത്, അത്തപ്പൂ അതായത് പൂ ഇട്ടുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. അവരുടെ FIR-ൽ തന്നെ പോലീസ് പറയുന്നുണ്ട് അനുമതി ഇല്ലാതെ അത്തപ്പൂ ഇട്ടനാണ് എന്ന്, പിന്നെ മറ്റു കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇത് ഭാരതത്തില് നമ്മളത് നമുക്ക് ഭരിക്കാൻ അറിയാമെങ്കിൽ കേരളത്തിൽ ഇതേപോലത്തെ കാര്യത്തിനൊന്നും നമ്മൾ ഒരിക്കലും അലൗ ചെയ്യത്തില്ല. അതൊരു ചെറിയ കാര്യമല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ആ സീരിയസിലോടെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ശ്രീ ഒ അബ്ദുള്ള, ഈ പറഞ്ഞ വാദങ്ങൾ അങ്ങ് കേട്ട് കാണും. അതെ, എന്നിട്ട് താങ്കൾ ചോദിക്ക് എന്താ പറയേണ്ടത്? അല്ല, ശ്രീ ഒ അബ്ദുള്ള, അങ്ങ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇതിന് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞു. രണ്ട്, ഈ കൊടി എന്തിനാണെന്ന് പറഞ്ഞു. അത് രണ്ടിനും ശ്രീ കടൽ ലില്ലി മറുപടി പറഞ്ഞു. അങ്ങേക്ക് അത് ബോധ്യപ്പെട്ടുവോ? അല്ല, അത് ബോധ്യപ്പെട്ടു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഈ കുറേ കാലങ്ങൾ വരെ തകർന്ന് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചില സ്തൂപങ്ങളായി മാറിയിരുന്നു. ഈ അടുത്ത കാലത്ത് ചില ഉണർവുകളുണ്ട്. ഇവിടുത്തെ ഈ RSS മുതലായ രാഷ്ട്രീയ സംഘടനകൾ മറ്റും ഹിന്ദുക്കളെ ഏകീകരിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുമ്പോഴും അവരുടെ ആത്മീയമായ ശക്തിയും വീര്യവും വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്പലങ്ങളെ ഉപയോഗപ്പെടുത്തുന്നില്ല. എനിക്ക് പരിസരത്തുള്ള അമ്പലത്തിൽ സ്ത്രീകൾ മാത്രമേ പോകുന്നത് ഞാൻ കാണുന്നുള്ളൂ. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുമ്പോൾ സ്ത്രീകൾ കുളിച്ചൊരുങ്ങി നന്നായി അവർ പോകുന്നത് കാണാം. ഒരാണും അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് അവരെ ദൈവവിശ്വാസമുള്ളവരാക്കാനും കൂടുതൽ ഭക്തരാക്കാനും, അങ്ങനെ ഓരോരുത്തരും അവരുടെ ജീവിത രീതി വ്യത്യസ്തമാണെങ്കിൽ പോലും ഓരോരുത്തരെയും നമ്മളുടെ വിശ്വാസ പ്രമാണത്തിൽ അടിയുറപ്പിച്ച് നിർത്തും. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ വഴിയിലെങ്ങാനും അമ്പലങ്ങളെ, അന്ന് തന്നെ പറഞ്ഞത് മഴബത്, അമ്പലങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ തകർക്കരുത്, നശിപ്പിക്കരുത്. ഓരോ മുസ്ലിം സൈന്യത്തിനോടുള്ള ഉപദേശമാണ് അമ്പലങ്ങളെ നിങ്ങൾ തകർക്കരുത്. എന്ത് തന്നെയാലും അവിടെ പ്രാർത്ഥന നടക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്നതായ ഈ സ്ഥാപനങ്ങൾ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അത് തകർന്നു പോകാൻ പറ്റില്ല. ഞാനൊരിക്കൽ സുമാറായിക്കൊണ്ടോട് ഒരു യോഗത്തിന് പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ അമ്പലങ്ങൾ ഇങ്ങനെ തകരുന്നതിൽ ഒരു വിഷമമില്ലേ? അമ്പലങ്ങളുടെ ക്ഷേത്രത്തിൽ ആരാധനയിൽ ഞങ്ങളെ മാത്രം വിശ്വാസമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് സാധ്യത. എന്ത് തന്നെയാലും ദൈവത്തോട് നമ്മൾ അടുപ്പിച്ച് നിർത്താൻ വേണ്ടി ഇപ്പം ഓരോരുത്തർക്കും വ്യത്യസ്ത രീതികളും മാർഗങ്ങളുമാണുള്ളത്. അതിലൊന്ന് അമ്പലങ്ങളാണ്, ക്ഷേത്രങ്ങളാണ്. അതിനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് അമ്പലത്തിലേക്ക് വഴി, ആ വഴി ഒന്നുകൂടി വെട്ടിത്തെളിയിച്ച് കാട് പിടിച്ചതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വിശ്വാസികളായി മാറാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്.
ശ്രീ അബ്ദുള്ള, വളരെയധികം നന്ദി. ഞാൻ അങ്ങിലേക്ക് മടങ്ങിയെത്താം. ശ്രീ നിഖിൽ മനോഹർ, എന്തിനാണ് ഈ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ? എന്തായിരുന്നു പ്രചോദനം? എന്തായിരുന്നു യുവാക്കൾക്കുള്ള പ്രചോദനം? പറയും. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി തന്നില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്നത് മുതലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുമ്പിൽ മാത്രമല്ല ഇട്ടത്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ഭരണ സംവിധാനത്തിലടക്കം കണ്ണൂർ കളക്ടറേറ്റ് അടക്കം ചെട്ടികുളങ്ങര ക്ഷേത്രം അടക്കം നിരവധി ക്ഷേത്രങ്ങളിലും നിരവധി ആരാധനാലയങ്ങളിലും ഇത്തരത്തിലുള്ള പൂക്കളം, ഈ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊക്കെ എല്ലാം ഓരോ ഭാരതീയനെ സംബന്ധിച്ച് അതൊരു വലിയ വൈകാരികമായ പ്രശ്നമാണ്. ഓപ്പറേഷൻ ഒരു കൊച്ചുകുട്ടിയോട് കൂടി ചോദിച്ചാൽ പോലും അവൻ വലിയ അഭിമാനത്തോടു കൂടി, കാരണം അന്ന് രാത്രിയിലൊക്കെ ചാനൽ മുറികളിലൊക്കെ ഉറങ്ങാതെ കാത്തിരുന്നതാണ് ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ച്. അപ്പോൾ നമ്മൾക്ക് എന്താണോ പ്രതീക്ഷ അതിന്റെ ഇരട്ടി ഇന്ത്യൻ സൈന്യം തിരിച്ചു നൽകുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടത്. അപ്പോൾ അത്തരത്തിൽ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ അംഗീകരിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു വലിയ ഇന്ത്യൻ സൈന്യത്തിന്റെ വലിയൊരു അഭിമാന നേട്ടത്തെ എന്തുകൊണ്ട് മുതുവിലാക്കട്ടെ ഉപദേശക സമിതിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല? അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇവിടെ നേരത്തെ ബിനിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്നത് തന്നെയായിരുന്നു ഉപദേശക സമിതിയുടെ പ്രശ്നം. പിന്നീട് അത് വലിയ കൈവിട്ടു പോകുന്ന കേസാണ് എന്ന് മനസ്സിലായതോടെയാണ്. കാരണം അതിനകത്തെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത് ഒരു പൂർവ്വ സൈനികനാണ്. അപ്പോൾ അത്തരത്തില് അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രദേശവാസികളടക്കം, കാരണം ഒരു സൈനികന്റെ അല്ലെങ്കിൽ പൂർവ്വ സൈനികന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട നടപടി ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ കാണുമ്പോൾ നമ്മുടെ ആത്മവീര്യവും ആത്മവിശ്വാസവും കൂടേണ്ടത് അത് മാറ്റണമെന്ന് പറയുന്ന ഒരു പൂർവ്വ സൈനികന്റെ നിലപാട് ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനൊക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്രദേശവാസികളും ജനങ്ങളും ഒക്കെ അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അത് മാറ്റിയിട്ട് പിന്നീട് അവിടുത്തെ കൊടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ തേരിന് മുകളിൽ അവിടുത്തെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ നോട്ടീസുകളിലും ഫ്ലെക്സുകളിലും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉപദേശക സമിതിയുടെ കാലത്ത് പുറത്തിറങ്ങിയ നോട്ടീസുകളിൽ പോലും ആ ക്ഷേത്രത്തിലെ നോട്ടീസിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ പാർത്ഥസാരഥിയുടെ അല്ലെങ്കിൽ തേര് തെളിക്കുന്ന ശ്രീ അർജുനന്റെ തേര് തെളിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ ആ ഒരു മനോഹരമായ ചിത്രമാണ്. ആ ചിത്രത്തിലെ അതിന്റെ ആ തേരിന് മുകളിലായിട്ട് ഈ ധ്വജം പാറിക്കളിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഈ ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് പോലും. അപ്പം പാർത്ഥസാരഥി ക്ഷേത്രത്തെ സംബന്ധിച്ച് അവിടുത്തെ ഒരു ഐക്കണാണ് ഈ പതാക എന്നുള്ളത്. ആ പതാക മാത്രമാണ് ആ പൂക്കളത്തോടൊപ്പം അവര് വെച്ചിരുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ പിന്നീട് അവർ പറയുന്ന FIR പറയുന്നത് ശിവജിയുടെ ഒരു കോട്ടയാണ് അതിന് മുമ്പിൽ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് 50 മീറ്റർ ചുറ്റളവിൽ ഉണ്ട് എന്നുള്ളത്. അത് ഏകദേശം ഞാൻ മനസ്സിലാക്കിയത്തോളം 2 വർഷവും അല്ലെങ്കിൽ 2.5 വർഷത്തോളമായി ആ ബോർഡ് അവിടെ വെച്ചിട്ട്. അപ്പോൾ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു പ്രശ്നം, 2 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതിരുന്ന പ്രശ്നം പിന്നീട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉപദേശക സമിതിക്ക് അത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു കേസിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്? അപ്പോൾ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഓരോരോ കള്ളങ്ങൾ പറയുന്നു. ഓരോ കള്ളങ്ങൾ പൊളിയുമ്പോൾ വീണ്ടും പുതിയ കള്ളങ്ങളുമായിട്ടൊക്കെ വരുന്നു. അതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട. ശരി, നിഖിൽ മനോഹർ, ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് വ്യക്തമായല്ലോ. ഒന്ന്, എന്താണ് ആ കൊടി എന്നങ്ങേക്ക് മനസ്സിലായി കാണും. ഭഗവത് ധ്വജം പാർത്ഥസാരഥി, ഞാൻ അങ്ങേക്ക് കണ്ടിന്നി വരുന്നതിന് മുമ്പ് കണ്ടിന്നി ഞാനിത് എനിക്ക് ഉള്ള അറിവ് വെച്ച് പറയാൻ ശ്രമിച്ചിരുന്നു. അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, അർജുനൻ്റെ തേരാളിയാണ്, അതൊരു രഥമാണ്, രഥത്തിന് മുന്നിൽ പണ്ടേ പാറിക്കളിക്കുന്നതാണ്. അത് ഭഗവത് ധ്വജം. 2, ഭഗവത് ധ്വജത്തിൻ്റെ രൂപത്തിൽ ജമന്തിപ്പൂ ഇട്ടു, അത് കണ്ടിന്നി പറഞ്ഞു. 2, ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊല്ലം ജില്ലയിലടക്കം പൂക്കളങ്ങൾ ഇട്ടു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ പ്രശ്നം ഒഴിവാകുമെന്നുള്ള അങ്ങയുടെ വാദവും നിലനിൽക്കുന്നില്ല. 3, ഛത്രപതി ശിവജി. 2.5 കൊല്ലം മുമ്പ് അവിടെ വന്ന ഛത്രപതി ശിവജി ഇന്നലെ രാത്രിയാണോ അത് ഇന്നലെ പുലർച്ചെയാണോ പ്രകോപനമായത്? അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയാണ് FIR ഇടേണ്ടി വന്നപ്പോൾ പിന്നെ അങ്ങ് പറഞ്ഞു രാഷ്ട്രീയ അതിപ്രസരമാണെന്ന്. ശരിയാണ്. അപ്പോൾ ആരാണ് രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാക്കിയത്? അതിന് കാവൽ നിന്നത് ആരാണ്? പോലീസല്ലേ ഇത് മൊത്തത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ചതല്ലേ? ഇപ്പോൾ പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ പോലീസ് ഇപ്പോൾ സ്വതന്ത്രമായി ഒന്നും പ്രവർത്തിക്കുന്നില്ല. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. പ്രദീപില്ലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിപ്പോൾ ഇവരൊക്കെ ഇപ്പം അബ്ദുള്ള സാറിനെ ഒഴിച്ചിരുത്തിയാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മലർന്നു കിടന്ന് തുപ്പയാണ് ആണല്ലോ. ഞാനെങ്ങനെ കരുതുന്നില്ല. എന്നെ ചേർത്ത് സ്വയം പറഞ്ഞോൾ. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നെ വിട്ടേക്കൂ, നമ്മളൊക്കെ എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തണ്ട. അങ്ങ് തുപ്പിക്കോളൂ. ഇപ്പൊ അബ്ദുള്ള സാർ പറഞ്ഞ പോലെ അവിടെ ഒരു ബോംബൊന്നും അല്ലല്ലോ പൊട്ടിയത്. ഇന്നത്തെ ഈ വിഷയം എടുക്കാൻ പിന്നെ എന്തിനാ പ്രശ്നം? പിന്നെ എന്താണ് ഈ ഭരണസമിതിയുടെ പ്രശ്നം? അവിടെ ബോംബ് പൊട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ പോലീസിന്റെ മധ്യസ്ഥതയിൽ പോലീസിന്റെ മധ്യസ്ഥതയിൽ ഇയർ മാർക്ക് ചെയ്ത സ്ഥലത്ത് പൂക്കളം ഇട്ട്
കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കണ്ടപ്പോൾ എന്തിന് ഹാലിളകി എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നു. അങ്ങേക്ക് തുടരാം. ഞാൻ പ്രതിഫലം ഞാൻ ഒരു കാര്യം താങ്കളെ ചോദിക്കാൻ, അവിടുത്തെ ഉപദേശ സമിതി മറ്റു മതസ്ഥരില്ലല്ലോ, ഹിന്ദുക്കളെ മാത്രമല്ലേ ഉള്ളൂ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാവട്ടെ. നിങ്ങൾ പറയുന്നത് വെച്ചാൽ CPM ആൾക്കാർ ഒരു ഉപദേശ സമിതി വന്നാൽ അത് ഹിന്ദുക്കളല്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇത് വരുന്നത് പറയുന്നത്, അല്ല BJPക്കോ അല്ലെങ്കിൽ RSSനോ ഒരു ക്ഷേത്രം, ഒരു ഹിന്ദുക്കളുടെ ക്ഷേത്രം തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? ഞാൻ പോകണമല്ലോ ക്ഷേത്രത്തിൽ, അവിടുത്തെ ഉപദേശ സമിതി എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദു മുന്നണിയാണ്. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നില്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? തിരുവനന്തപുരത്തെ ഏറ്റവും മഹാക്ഷേത്രമല്ലേ ആറ്റുകാൽ ക്ഷേത്രം? അവിടുത്തെ പൊങ്കാലയ്ക്ക് ആരാണ് നമുക്ക് സഹായങ്ങൾ ചെയ്തിരുന്നത്? അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളല്ലേ? അവരെ വീടുകൾ തുറന്നിട്ട് കൊടുക്കില്ലേ? അവർ ഈ പൊങ്കാല ഇടുന്ന വന്ന സ്ത്രീകൾക്കും അമ്മമാർക്കും കുട്ടികൾക്കും അവിടുത്തെ ആഹാരം കൊടുക്കില്ലേ? അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പം ഞാൻ ഇത് പറഞ്ഞത് അവിടെ ഒരു രാഷ്ട്രീയ അതിപ്രസരമുണ്ട്. ആ പ്രസരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഉപദേശ സമിതിയിലായിട്ട് CPMോ കോൺഗ്രസോ അല്ലെങ്കിൽ RSSോ അല്ലെങ്കിൽ BJPയോ ഏത് വന്നാലും അത് ഹിന്ദുക്കളെയാണല്ലോ. ഹിന്ദുക്കളല്ലാതെ അവിടെ ആരും ഇല്ലല്ലോ. അല്ലാതെ നിങ്ങൾക്ക് പാർത്ഥസാരഥിയിലെ ക്ഷേത്രത്തിൽ അത് ഹിന്ദു മുന്നണിയിലെ അല്ലെങ്കിൽ RSSൻ്റെ അല്ലെങ്കിൽ BJPയിലെ ആൾക്കാർ തന്നെ വേണമെന്ന് ആരാണ് നിർബന്ധം പിടിക്കുന്നത്? അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നേക്ക്, ഒരു ക്ഷേത്രം, ഞാൻ തന്നെ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ഹിന്ദുക്കൾ ആണ് വരുന്നത്. ഇപ്പം ചില ക്ഷേത്രം, ഇപ്പം ആറ്റുകാൽ മഹാക്ഷേത്രത്തിൽ അങ്ങനെ ഇല്ല. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം വരും. വെട്ടുകാട് പള്ളി, അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല പോണേ, അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം പോകുന്നു. ഞാൻ ഒരു കാര്യം പറയേണ്ടത്, നിങ്ങൾ ഇത് രാഷ്ട്രീയമായി വരുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് അവിടെ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അവിടെ എപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം. എപ്പോൾ പ്രശ്നമുണ്ടായി? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കണ്ടപ്പോൾ ഹാലിളകിയത് അല്ല. ഞാൻ ഒരു കാര്യം പറ്റി ഞാൻ പറ്റി ഇപ്പം കേണലിൻ്റെ ഞാൻ ഒരു കാര്യം പറ്റി. കേണല് നിങ്ങളൊരു സൈനികൻ, ഇപ്പം അദ്ദേഹം സർവീസ് ഇരിക്കുന്ന സൈനികനാണ്. അദ്ദേഹത്തിൻ്റെ പുറത്തൊരു FIR വന്നാൽ അങ്ങക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമോ? നിങ്ങൾക്കറിയാലോ ഒരു പട്ടാളക്കാരന്റെ ഒരു ഞാൻ മറുപടി പറയണോ അങ്ങ് പറയുമോ? അങ്ങ് പറയുന്നതാണ് ഉത്തമം. ഒരു മിനിറ്റ്, ആ ചോദ്യത്തിന് ഒരു മറുപടി കേട്ടിട്ട് ഞാൻ പറയാം. അല്ല, അതിന് മറുപടി കേട്ടിട്ട് ഞാൻ പറയാം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് കേണൽ ഡിന്നിയാന് മറുപടി പറഞ്ഞോട്ടെ. ആ FIRൽ പേര് വന്നാൽ എന്ത് സംഭവിക്കും? അതിനകത്ത് ഒന്നുമില്ല ശ്രീ വസന്ത്. അതിനകത്ത് ആർമിയുടെ പ്രൊസീജിയർ വൈസ് ആർമി തന്നെയാണ് കേസ്, അതായത് ഒരു FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കോർട്ട് കേസ് വരുമ്പം അത് ആർമിക്ക് സ്വീകരിക്കാം. ആർമി എഗ്രി ചെയ്താൽ മാത്രമേ അത് സിവിലിലോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ആർമി തന്നെയാണ് അതിനെ ആ കേസസ് ഹാൻഡിൽ ചെയ്യുന്നത്. ചില കേസുകൾ മാത്രമേ ഉള്ളൂ സിവിൽ കോടതിയിൽ മാത്രം അങ്ങനെ പോകുന്നത്. പക്ഷെ ഇവിടെ എടുത്തേക്കുന്നത് നിങ്ങൾ കലാപത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ടാണ് ആ സൈനികന്റെ അഗേൻസ്റ്റ് ആയിട്ട് കേസ് എടുത്തേക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ആ കലാപം ചെയ്തത്? അദ്ദേഹം ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കി. കലാപമാണ് നടന്നത്. സതീഷ് ഒന്ന് പറഞ്ഞിട്ടോ, ഞാൻ അത് അങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു ആ സബ്ജക്റ്റിൽ തന്നെ അദ്ദേഹം മാറിപ്പോയി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീ അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞത്, അതായത് CPMലുള്ള എല്ലാവരും വിശ്വാസികളാണ്. ശ്രീ വസന്ത് നല്ലൊരു വിശ്വാസിയായിരിക്കും, അതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് രണ്ടഭിപ്രായമില്ല. തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ പോകുക, എല്ലായിടത്തും പോകും, വളരെ നല്ല കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ശ്രീ വസന്തിന് ഉത്തരമുണ്ടോ? ഒരു ക്ഷേത്രം കത്തിച്ചു കഴിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞത് ആരാണ്? ശബരിമല വിഷയത്തില് അവിടുത്തെ ആചാരങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്ന ഏത് സർക്കാരാണ്? അയ്യപ്പനെ അധിക്ഷേപിച്ച് സംസാരിച്ച ഏത് നേതാവാണ് പിന്നെ വീണ്ടും മത്സരത്തിൽ തോറ്റുകൊണ്ടിരുന്നത് ആരാണ്? ഒരു ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞത് ആരാണ്? ഭഗവാൻ ഗണപതി മിത്താണെന്ന് പറഞ്ഞത് ആരാണ്? ഇതൊക്കെ BJPക്കാരാണോ? RSSകാരാണോ? അതോ ഈ ബഹുമാനപ്പെട്ട അബ്ദുള്ള സാർ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയില്ല, കാരണം അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് CPMൽ നിന്നുള്ള ആളുകളാണ്. അപ്പൊ CPM എന്നുതൊട്ടാണ് വിശ്വാസിയായത്? അങ്ങ് ചിലപ്പോൾ നല്ല വിശ്വാസിയാണ്, ഞാൻ പറഞ്ഞില്ല. അതിനകത്ത് എനിക്ക് എന്ന് തൊട്ടാണ് CPM വിശ്വാസികളായിട്ടുള്ളത്? നേതാക്കന്മാർ ഒന്നോ രണ്ടോ പേരെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ CPMന്റെ ഒന്നോ രണ്ടോ നേതാക്കളല്ല. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സതീഷ്, CPMന്റെ ഒന്നോ രണ്ടോ നേതാക്കളല്ല. CPMന്റെ ഏറ്റവും താത്വികമായിട്ട് അവലോകനം നടത്തി ചിന്തിച്ച് ആളുകൾ പറയുന്നതാണ് ഈ കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതിന്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം എന്താണെന്ന്. അതിന്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ ഭൂരിപക്ഷം, അതായത് ഹിന്ദുക്കളുടെ വോട്ട് പോകുന്നു.
ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടുന്നില്ല, ഹിന്ദുക്കളുടെ വോട്ട്, പ്രത്യേകിച്ച് ശബരിമല ഇഷ്യൂ കഴിഞ്ഞിട്ട്. അപ്പൊ ഹിന്ദുക്കളുടെ വോട്ട് കൂടെ നിർത്തണം. അപ്പോഴെന്ത് ചെയ്തു? എങ്ങനെ നിർത്താം? അവർ നോക്കിയപ്പം ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലൂ, ക്ഷേത്രങ്ങളെ ഭരണസമിതിയിലേക്ക് ചെല്ലൂ, ക്ഷേത്രങ്ങളിലെ ആളുകളായിട്ട് ഇടപെടൂ, ക്ഷേത്രങ്ങളിൽ ധാരാളം പൈസയും വരവും ഒക്കെ വരുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളെല്ലാം ഇടപെടൂ എന്നുകൊണ്ടാണ് ഇവിടെ ഈ ബാലഗോകുലത്തിന്റെയും മറ്റു പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. എന്നുകൊണ്ടാണ് ഗണപതിയുടെ അടുത്ത ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ കണ്ടു, ഗണപതിയുടെ ഡിവൈഎഫ്ഐയുടെ ചെഗുവേരുടെ ഒക്കെ പോസ്റ്റർ വെച്ചിട്ട് വിസർജനം ചെയ്യാൻ അങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ടാണ് വിശ്വാസത്തിന്റെ നിങ്ങൾ കൂടെ ഒരു അമ്പലത്തിൽ പോയി കുറിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു CPM. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ സന്ദേശ സിനിമയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ശ്രീ വസന്ത്, ഇത് ഇപ്പൊ ഒരു മാറി വരുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ ആ മാറി വരുന്നത്? കാരണം വിശ്വാസം അത്രമാത്രം ശക്തമാണ്. നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇത് 1-2 വർഷം കൊണ്ട് 1-2 പാർട്ടി കൊണ്ട് വന്നതല്ല. വിശ്വാസം ഇവിടെ തന്നെ കാണും. വിശ്വാസം ഇനി നമ്മൾ പോയാലും അവിടെ തന്നെ കാണും. അയ്യപ്പന്റെ ശക്തി കൊണ്ടാണ് ഇന്ന് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തേണ്ടി വരുന്നത്. അയ്യപ്പൻ 1000 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, ഇനി 1000 വർഷം കഴിഞ്ഞാലും കാണും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അയ്യപ്പന്റെ ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ തീർക്കണമെന്ന് പറഞ്ഞ് നടന്ന അതേ ആളുകൾ തന്നെ ഇന്ന് അയ്യപ്പന്റെ ആഗോള സംഗമം നടത്തുന്നത്? അതാണ് വിശ്വാസം. അപ്പൊ വിശ്വാസം ഏതായാലും സനാതന ധർമ്മത്തിൽ എന്താണ് പറയുന്നത്? ഏത് വിശ്വാസമായാലും ചെല്ലുന്നത് ഒരു സ്ഥലത്താണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിനെ തകർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മുന്നോട്ട് അതുകൊണ്ടാണ് ഈ അമ്പലത്തിന് മുന്നിൽ, പാർത്ഥസാരഥി അമ്പലത്തിന്റെ മുന്നിൽ ഭഗവാൻ കൃഷ്ണന്റെ തേരിന്റെ മുകളിലുള്ള അതേ കൊടി അവിടെ പൂക്കൾ വെക്കുമ്പം അവിടുത്തെ സെക്രട്ടറി ആയാലും ശരി, ട്രഷറർ ആയാലും ശരി, അതിനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് കാരണം എന്താണ്? അത് ഭഗവാൻ കൃഷ്ണന്റെ എന്താണ്, പാർത്ഥസാരഥി എന്നാണ് പേര്. അപ്പൊ എങ്ങനെ അതിനെ എതിർക്കാൻ പറ്റും? ഓപ്പറേഷൻ സിന്ദൂർ അങ്ങ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ എതിർക്കാൻ പറ്റും? അവിടുത്തെ ആളുകൾ തന്നെ അതിന്റെ എതിരാണ്. നിങ്ങൾ എന്തിനാ ഓപ്പറേഷൻ സിന്ദൂർ, അതിനകത്ത് എന്ത് രാഷ്ട്രീയമാണുള്ളത്, എന്താണുള്ളത്? അത് എതിർക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സൃഷ്ടിക്കുക, അതായത് എങ്ങനെയെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള രീതി. അതായത് അവസാനം 3 മാസം മാത്രമേ ഉള്ളൂ ആ സമിതിക്ക് ഇനി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീണ്ടും ഭരണത്തിലേക്കൊക്കെ വരാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ അത് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി. ഞാൻ ഇന്ന് അവിടെ പോയപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. അവിടുത്തെ ആളുകൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പല വികസനവും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അവിടെ ഇല്ല. യഥാർത്ഥത്തിൽ വിശ്വാസമാണ് പ്രധാനം. ആ വിശ്വാസികൾ ആരോടെ ഒപ്പം നിൽക്കുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനി വരും ദിവസങ്ങളിൽ അത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഞാൻ അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് വരാം. നിഖിൽ മനോഹരൻ എന്ത് പറയാനുണ്ട്? പെട്ടെന്ന് പറയാം, ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. സാർ, ഈ അഡ്വക്കേറ്റ് സതീഷ് സഖാവ് അദ്ദേഹം കൃത്യമായി മറുപടി തരുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നത് ഇത് രാഷ്ട്രീയമാണ്. ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചാൽ അതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? അതിന് കൃത്യമായൊരു മറുപടി അങ്ങ് തരണം. നിങ്ങളുടെ ദേശീയ നേതൃത്വം പോലും ആദ്യം തള്ളിക്കളഞ്ഞു, പിന്നീട് സൈന്യത്തിന് ആക്രമണത്തിന്റെ തെളിവ് ചോദിക്കുന്നു. അതെല്ലാം പിന്നീട് നിങ്ങൾക്കെതിരായി മാറുന്ന കണ്ടപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നു, പിന്നീട് വിദേശ ദൗത്യ സംഘത്തോടൊപ്പം ചേരുന്നു. അത്തരത്തിൽ ശക്തമായ നിലപാട് ഓപ്പറേഷൻ സിന്ദൂർ അംഗീകരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കാൻ കഴിയാത്തത്? ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന എന്തിനാണ്? ഒരു കൂട്ടം യുവാക്കൾ അവർ ഇന്ത്യയോടുള്ള ഒരു സ്നേഹം, ഇന്ത്യയോടുള്ള ബഹുമാനം, ഇന്ത്യൻ സൈന്യത്തോടുള്ള ഒരു ആദരവ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരു അത്തപ്പൂക്കളമായിട്ട് അത് പ്രദർശിച്ചപ്പോൾ അതിൽ എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയം കാണാൻ വരുന്നത്? ഇതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഞാൻ വൈകിക്കുന്നില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി ചെയ്യാം. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഈ ഓപ്പറേഷൻ സിന്ദൂർ അത്തപ്പൂക്കളത്തിൽ, കളക്ട്രേറ്റിൽ, മറ്റുള്ള സ്ഥാപനത്തിലൊക്കെ ഇട്ടുമ്പോഴത്തേക്ക് അവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, അവിടെ ഒന്നും പ്രശ്നമില്ല. കാര്യം എന്താ? അവിടെ ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ ഓഫീസിലുള്ളത്, കളക്ട്രേറ്റിലുള്ളതും ഓപ്പറേഷൻ, അവിടെ പ്രശ്നം വരില്ല. നിഖിലേ, നിങ്ങൾ എപ്പോഴാണ് രാഷ്ട്രീയത്തെ ഇത് ഒരു രാഷ്ട്രീയമായിട്ട് എടുക്കുന്നത്, അവിടെ പ്രശ്നം വരും. അല്ലാതെ പ്രശ്നം വരില്ല. ഇപ്പം നിങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നു, ഇപ്പോൾ കേണൽ സാറും പറയുന്നു, നിഖിലും പറയുന്നു, അടുത്ത 3 മാസമായി അടുത്ത ഇത് ആ ഉപദേശ സമിതിയിലെ കാലാവധി കഴിയുന്നു. അപ്പോൾ വീണ്ടും അവർ വരാതെ ഇരിക്കാനുള്ള പരിപാടി നിങ്ങൾ ചെയ്യുന്നു. അതിനെന്താ? അവർ ഹിന്ദുക്കളല്ലേ? അവർ നിങ്ങൾ പറയുന്നത്, നിങ്ങളാരാ പറയുന്നത്? CPMൻ്റെ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസം പാടില്ല എന്ന് ആര് പറയുന്നത്? നിങ്ങളാണ് പറയുന്നത്. അത് CPMൽ നിൽക്കുന്നതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല എന്ന് ആരാണ് പറയുന്നത്? അത് BJP RSS എന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഈ CPMൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെ ആൾക്കാരൊന്നും ക്ഷേത്ര ഭരണാധികാരിയത്തിലെത്തുന്ന വരില്ലായിരുന്നു. കാരണം എന്താണ്? അത് ക്ഷേത്രങ്ങളുടെ കാര്യമാണ്. പക്ഷേ അവിടെ നിങ്ങൾ BJPയും അതുപോലെ RSSും ഒക്കെ ഈ ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് വോട്ട് ബാങ്കായിട്ട് ഹിന്ദുക്കൾ ഇത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ആ ഉപദേശ സമിതിയിലും ബാക്കിയുള്ള കാര്യത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ വന്നു വരുന്നത്. അത് തെറ്റെന്താ? കേന്ദ്ര തെറ്റെന്താ? അത് ഹിന്ദുക്കളല്ലേ? നിങ്ങൾ അംഗീകരിക്കൂ.
ഞാൻ പറയുന്നത് നിഖിലെ ഒരു കാര്യം പറയുന്നത് സതീഷ്, അങ്ങയുടെ സത്യസന്ധതയിൽ ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങയുടെ സത്യസന്ധത ഞാൻ ബഹുമാനിക്കുന്നു. അതായത് അവിടെ ഞാൻ മറ്റു ഹിന്ദുക്കളെ പറ്റുള്ളൂ ആണല്ലോ. നമ്മളിപ്പം വേറെ പള്ളികളിലൊന്നും അല്ലല്ലോ പോണത്. അപ്പം അവൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അത് വെളിയിൽ, ക്ഷേത്രത്തിൻ്റെ വെളിയിൽ. അകത്ത് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നുപോലെ. അങ്ങനെ ഒരു നിങ്ങൾ കോൺസെപ്റ്റ് എടുക്കാത്തത്? നിങ്ങൾ ആ കോൺസെപ്റ്റ് അല്ല, നിങ്ങൾ എടുക്കുന്ന കോൺസെപ്റ്റ് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അവിടുത്തെ ഉപദേശ സമിതിയിൽ CPM-ഉം കോൺഗ്രസും ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവിടെ ഞാൻ പറയുന്നത് നിഖിലെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളും കൂടി ചേർന്ന് ആ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കൂ. നിങ്ങൾ എന്തിനാണ് അവിടെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്? അവിടെ ഇത് വന്നുകൊണ്ടല്ലേ പ്രശ്നം വന്നത്. ഇപ്പോൾ പോലീസ് വന്നു. ഞാൻ പറഞ്ഞ പോലീസ് ചുമ്മാ വന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞപ്പം നേരിട്ട് വന്നാണ് കേസെടുത്തത് അല്ലല്ലോ. അവിടെ ഒരു പരാതി വന്നു. അവിടെ ഒരു പരാതി വന്നപ്പോഴത്തേക്ക് ആ പരാതിക്ക് അനുസരിച്ചാണ് അവിടെ കേസെടുത്തിട്ടുള്ളത്. അല്ല ചുമ്മാ പോലീസ് വന്നിട്ടില്ലല്ലോ, അവിടെ വന്നിട്ടുണ്ടോ? അപ്പം നിങ്ങൾ ഇതെന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ ക്ഷേത്രങ്ങളിലാണ്, നമ്മൾ അമ്പലങ്ങളാണ്, അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പം അബ്ദുള്ള സാറ് പറഞ്ഞ പോലെ ഓരോ മതങ്ങളിലും പള്ളികളായിരുന്നാലും ക്ഷേത്രങ്ങളായിരുന്നാലും മോസ്കുകളായിരുന്നാലും അവിടെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഒരു കാരണം വെച്ചാൽ രാഷ്ട്രീയം വരല്ലേ. ആ രാഷ്ട്രീയം വരുന്ന സ്ഥലത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ കേരള സാറ് പറഞ്ഞല്ലോ, ഞാൻ വ്യതിചലിച്ച് പോയതല്ല. ഞാൻ പറഞ്ഞ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഇത് കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ വിവിധ ഹിന്ദുക്കൾ മാത്രമല്ല വിവിധ മതങ്ങളായ ആൾക്കാരും കൂടി സപ്പോർട്ട് ചെയ്താണ് അവിടുത്തെ ക്ഷേത്രത്തിലെ പൊങ്കാല. അത് ലോകമെമ്പാടുമാണ്, വേൾഡ് ഇതാണ്, നിങ്ങൾക്കറിയാമല്ലോ. ആ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്ന് നടക്കുന്നത്. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദുക്കൾ ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ രാഷ്ട്രീയം കൊണ്ടുവരരുത്. നിങ്ങൾ അവിടെ നിങ്ങൾ ബാക്കിയുള്ള ഭരിച്ചോളൂ. നിങ്ങൾ കൊടി തോരണങ്ങളൊക്കെ വന്നുകൊണ്ട് ക്ഷേത്രത്തിന് എന്താണ്, നമ്മൾ ഭഗവാനെ തൊഴാനല്ലേ പോകണം, അവിടെ രാഷ്ട്രീയം കലർത്തരുത് ദയവ് ചെയ്ത്. ക്ഷേത്രങ്ങൾ സംഘപരിവാറിന്റെ കൈകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് രാഷ്ട്രീയ തരം കുത്തിക്കയറ്റി രാഷ്ട്രീയപരമായിട്ട് മത്സരിച്ച് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള തീരുമാനം CPM-ന്റെ പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനം. ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ എന്താ അധികാരം? ക്ഷേത്രങ്ങളിൽ പോകുന്നത് വിശ്വാസികളാണ്, വിശ്വാസികളെല്ലാം സംഘപരിവാറിനെതിരാണെന്ന് നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് സംഘപരിവാറിന് എന്തിനധികാരം ക്ഷേത്രങ്ങളിൽ? ശരി, അഡ്വക്കേറ്റ് സതീഷ് പ്രസാദ് അങ്ങ് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഒരു മിനിറ്റ്, അങ്ങ് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിഖിൽ മനോഹറിലേക്ക് പോയത്. തിരിച്ചു വരാം. കേണൽ ഡിന്നിയോട് ഞാൻ പറഞ്ഞു അങ്ങേക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാവുന്ന ആ ബഹളം വേണ്ട. ഓഫ് ചെയ്യും. കേണൽ ഡിന്നി അങ്ങ് പറയാൻ തുടങ്ങി, പൂർത്തിയാക്കൂ. ഓക്കെ, ഞാൻ ഇത്രയേ ഉള്ളൂ. ശ്രീ സതീഷ് പറഞ്ഞത് അതിനകത്ത് അതായത് നേരത്തെ കോൺഗ്രസും CPM-കാരും ക്ഷേത്രത്തിലേക്ക് വരത്തില്ലായിരുന്നു. പിന്നീട് അവർക്ക് മനസ്സിലായി അത് വോട്ട് ബാങ്ക് ആയിട്ട് മാറുന്നെന്ന്. അപ്പം എനിക്ക് മനസ്സിലാവാത്തത് അത്രയും വോട്ട് ബാങ്ക് ആയിട്ട് മാറുന്നത് ഇന്ന് BJP ഇവിടെ കേരളത്തിൽ ഭരിച്ചാണല്ലോ. അപ്പം BJP അല്ലെങ്കിൽ സംഘത്തിന്റെ ആളുകളൊന്നും ഈ ക്ഷേത്രത്തിൽ പോകുന്നത് വോട്ടിനല്ല. അവര് പോകുന്നത് വിശ്വാസത്തിന്റെ പുറത്താണ്, അവർ പോകുന്നത് സംസ്കാരത്തിന്റെ പുറത്താണ്, അവർ പോകുന്നത് അവരുടെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിൽക്കണം എന്നുള്ളതെന്ന് വെച്ചിട്ടാണ്. അല്ലാതെ അവിടെ പോയി വോട്ട് ബാങ്കിന് വേണ്ടി അല്ല പോകുന്നത്. പക്ഷെ CPM പോകുന്നതും പിന്നീട് ഇപ്പൊ കോൺഗ്രസിന്റെയും പറയുന്നത് അവർ പോകുന്നത് വോട്ട് ബാങ്ക് എന്നുള്ള ഒരു ഇതിലാണ്. അതാണ് വ്യത്യാസം. അപ്പൊ നമ്മുടെ വിശ്വാസം, ഞാൻ അതാണ് വളരെ കൃത്യമായിട്ട് ചോദിച്ചത്. അതായത് പാർത്ഥസാരഥി അമ്പലത്തിന് മുന്നിൽ ഭഗവാൻ കൃഷ്ണ തേരിൽ മുകളിൽ ആ പറക്കുന്ന ആ കൊടിയുടെ അതേ രൂപം പൂക്കൾ വെച്ച് താഴെ വന്ന എന്താണ് ആ ഭരണസമിതിക്ക് ശ്രീ അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞ് ഞാൻ യോജിക്കുന്നു. ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് നിൽക്കണം. എന്തിനാണ് അതിനെ എതിർക്കുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ എല്ലാവരുടെയും രാജ്യത്തിന്റെ കാര്യമാണ്. എന്തിനാണ് അതിനെ എതിർക്കുന്നത്? അങ്ങനെ എവിടുന്നാണ് അങ്ങ് പറഞ്ഞ് പോലീസ് വന്നത് പരാതിയാണ്. ആരാണ് പരാതി കൊടുത്തത്? ഭരണസമിതിയല്ലേ കൊടുത്തത്? എന്തിനാണ് സമിതി കൊടുത്തത്? ഏതെങ്കിലും കൊടി കണ്ടോ അവിടെ? ഒരൊറ്റ കൊടിയില്ല. ആകെ 2 വിഷയമേ ഉള്ളൂ. ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ, അതായിരുന്നു പ്രൈം വിഷയം. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിൽ തിരിച്ചടി കിട്ടുമെന്ന് കണ്ടപ്പോൾ വേറെ വിഷയത്തിലേക്ക് പോയി. അപ്പം അങ്ങ് പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നു. ക്ഷേത്രങ്ങള് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായിരിക്കണം. ക്ഷേത്രങ്ങള് രാഷ്ട്രീയം വരെ കൊണ്ടുവരരുത്. പക്ഷെ ഇപ്പം നടക്കുന്നത് ക്ഷേത്രത്തിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് CPM ആണ് കൊണ്ടുവരുന്നത്. കാരണം അവർക്ക് ഒരു തോന്നലുണ്ട് അവരുടെ വോട്ട് പോകുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങ് തന്നെ പറഞ്ഞ പോലെ വോട്ട് ബാങ്കിന് വേണ്ടി ആണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പക്ഷെ സംഘത്തിനെ സംബന്ധിച്ചാലും BJP അതല്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്.
ആ വോട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇപ്പൊ ഇവിടെ കേരളം ഭരിച്ചാനല്ലോ, അത് ഞങ്ങൾ ഭരിക്കുന്നില്ലല്ലോ. കാരണം അതല്ല ഞങ്ങളെ ഉദ്ദേശം. അത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേൾ ഡിന്നി, ഞാൻ തിരികെ എത്താം. ശ്രീ ഒ അബ്ദുള്ള സാർ കൈ ഉയർത്തിയിരിക്കുന്നു. അബ്ദുള്ള സാർ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയായിരുന്നോ? അല്ല, ഞാൻ പറയുന്നത് എന്ത് തന്നെയാലും വിശ്വാസം എന്നത് വസ്തുത. അത് ഏത് സമുദായത്തിൻ്റെതായാലും ശരി, ഏത് ശക്തിയുള്ള വിശ്വാസമായാലും ശരി, അതാണ് മനുഷ്യരെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിലുള്ളൊരു വചനം, നിങ്ങൾ ക്ഷേത്രങ്ങളെ തകർക്കരുതെന്നാണ്. ഹുദ്ദിമത്ത് സവാമിയോ ബിയാൻ, ദൈവം തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും മുസ്ലിം പള്ളികളും എല്ലാം തകർക്കപ്പെടുമായിരുന്നു. പക്ഷേ ദൈവമാണ് അത് സംരക്ഷിച്ച് നിർത്തുന്നത്. അപ്പോൾ ആ വിശ്വാസം, അത് ഏതിനുള്ള വിശദാംശപ്പോടെ വരേണ്ടില്ല, ആ വിശ്വാസമാണ് മനുഷ്യനെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും. പാവങ്ങളുടെ കണ്ടിരിപ്പോൾ നോക്ക്, പലസ്തീനിൽ എന്തോ ഒരു കൊലയാണ്. ഒരു ദിവസം എത്ര കുട്ടികളെയാണ് അനാഥകളാക്കുന്നതും കൊന്ന് കുഴിച്ചു മൂടുന്നതും. എന്താണ് അതിനൊക്കെ ന്യായം? രാഷ്ട്രീയം നമ്മൾ ഇതിനകത്ത് മുട്ടണമെന്നില്ല എന്ന വേറെ കാര്യം. എന്ത് തന്നെ ആയാലും തൻ്റെ സഹോദരനെ മറ്റൊരുത്തൻ തൻ്റെ സഹോദരനാണെന്നും അവൻ്റെ മക്കൾ തന്നെയും കൂടി മക്കളാണെന്നുള്ള വിശ്വാസം, ഇത് നമ്മൾ പറയേണ്ടില്ലല്ലോ. ഹിന്ദു മതത്തിൻ്റെ മഹത്തായ ആശയങ്ങളൊക്കെ അതാണല്ലോ. ലോകോസുഖിനോ എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ ആരുടേതാണ്? ഋഷിമാർ നേതൃത്വം നൽകിയ ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇസ്ലാമിക ശക്തി ലോകത്തേക്ക് പരന്നൊലിച്ചു. ഇറാൻ, ഇറാഖ്, സിറിയ മുതലായ ഈജിപ്ത് മുതലായ രാജ്യങ്ങളൊക്കെ അധീനപ്പെടുത്തി. പക്ഷേ ഇന്ത്യയിൽ അതവിടെ നിൽക്കേണ്ടി വന്നു. എന്താ കാരണം? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അവരാ വിശ്വാസം അനുസരിച്ച് ജീവിക്കുകയും എന്തിനേയും നേരിടാനുള്ളതായ ഒരു പ്രതിരോധ ശക്തി. പല സൈന്യങ്ങളും പരാജയപ്പെട്ടിട്ടുള്ളതൊക്കെ വേറെ കാര്യമാണ്. എന്നിരുന്നാലും ആ മൂല്യം കണ്ടപ്പോൾ മറ്റ് മുസ്ലിം സൈന്യത്തിന് മനസ്സിലായി ഇവരോട് അങ്ങനെ കളിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഇന്ത്യ. അത് നമ്മൾ ഒരുപാട് ആഴത്ത് പഠിക്കേണ്ട വിഷയമാണ്. ശ്രീ ഒ അബ്ദുള്ള, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ എല്ലാവരിലേക്കും തിരികെ എത്താം. ഓരോ റൗണ്ട് കൂടി, കാര്യം സമയപരിമിതിയുണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചത്. അങ്ങയോടുള്ള എനിക്ക് ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത്, ഒന്ന്, അങ്ങ് വിശ്വാസിയാണ്. രണ്ട്, അങ്ങ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ അന്ധവിശ്വാസത്തെ തുറന്ന് എതിർക്കുന്ന ആളുമാണ്. ഇപ്പോൾ പലസ്തീൻ വിഷയം നമുക്ക് വേറെ തന്നെ ചർച്ച ചെയ്യണം. കാര്യം ഞാൻ ഇന്നിപ്പോൾ ഒന്ന് പരാമർശിച്ചു പോയി. പലസ്തീന് വേണ്ടി ഇന്ന് കണ്ണൂർ പൊയിലൂരിലൊരു പ്രകടനം കണ്ടു. പക്ഷേ കേരളത്തിൽ ഒരിടത്തും ഞാൻ ഇതുപോലുള്ള പ്രകടനങ്ങൾ പഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് വേണ്ടി കണ്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സൈന്യത്തിന് വേണ്ടിയും കണ്ടില്ല. അതവിടെ നിൽക്കട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ തന്നെ ആർക്കും നമ്മുടെ നെഞ്ചത്തേക്ക് കയറാം, നമ്മൾ കൈയും കെട്ടി നോക്കിയിരിക്കും എന്ന് കരുതരുത് എന്നൊരു വശം കൂടി അതിനുണ്ട്. എഡിറ്റേഴ്സ് ചോയ്സിന്റെ അവസാന പാദമാണ് ഇനി കഷ്ടിച്ച് 7 മിനിറ്റ് മാത്രം ബാക്കി. 2 മിനിറ്റ് വീതം ലാസ്റ്റ് വേർഡിനായി എല്ലാ അതിഥികളിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, 2 കാര്യങ്ങളാണ് ഉയർന്നത്. ഒന്ന്, ആരാണ് ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നത്? 2, വിശ്വാസത്തെക്കുറിച്ച് പറയാൻ ഇടതുമുന്നണിക്ക്, CPM-ന്, ഇവിടെ ഭരിക്കുന്ന സർക്കാരിന് എന്താണ് അവകാശം? വിശ്വാസത്തെ ഹനിച്ചവർ, ആചാര ലംഘനത്തിന് കൂട്ടുനിന്നവർ ഇന്നും കോടതികളിലെ സത്യവാങ്മൂലങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നു. ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന നിലപാടുകൾ. 2 മിനിറ്റ്. തെറ്റാണ്. കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ശബരിമല വിഷയമാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി. സുപ്രീം കോടതിയിൽ ആരാണ്? ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി കേസ് കൊടുത്ത CPM ആണോ? നിങ്ങൾ പറയുന്നതിൽ ഒരു ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത കോടതി. ഒറ്റ കാര്യം, ഞാൻ അങ്ങയുടെ സമയം എടുക്കുന്നില്ല. ഒരു ചോദ്യം കൂടി ഇതിന്റെ കൂടി ചേർക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, 36 മണിക്കൂറിനകം വിശ്വാസികളല്ലാത്ത കുറച്ച് പേരെ പോലീസ് വേഷത്തിൽ പ്രച്ഛന്ന വേഷധാരികളായി പൊതിഞ്ഞെടുത്ത് സന്നിധാനത്ത് കൊണ്ട് സമർപ്പിച്ചിട്ട് തിരിച്ച് റിപ്പോർട്ട് തരണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഒരു ഭരണകൂടം, ഞാൻ പറ്റി ഏത് പാർട്ടി ഭരിക്കത്തോ, ഒരു ഭരണകൂടത്തിന് ഒരു സുപ്രീം കോടതിയിലെ ഓർഡർ അനുസരിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ ഏത് ആളായിരുന്നാലും ശരി തന്നെ, ഇന്ത്യയിലെ ഏറ്റവും ഭരണഘടന അനുസരിച്ച് ഏറ്റവും വലിയ പവറായിട്ടുള്ള സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു. ആ വിധി മാനിക്കാമെന്ന് പറയുന്നത് കേരളം അന്ന് ഭരിച്ചു, അത് UDF ഭരിച്ചാലും അതേ അങ്ങനെ പറ്റുള്ളൂ. അവർ പറയോ സുപ്രീം കോടതി വിധി നമുക്ക് മാനിക്കാൻ പറ്റില്ല എന്ന്? ഞാൻ ഒരു വക്കീലാണ്, എനിക്ക് ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളായിരുന്നാലും ശരി തന്നെ. ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കുമ്പോഴത്തേക്ക് സുപ്രീം കോടതിയുടെ വിധി വന്നു, അത് ഭരണഘടന. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് ഞാൻ പ്രദീപ് പിള്ള എടുത്ത് വെക്കുന്നത്, അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായ ശ്രീധരൻപിള്ള സാർ എന്താണ് പറഞ്ഞത്? ഇത് നമുക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ്. നിങ്ങളെ കമ്മിറ്റിയിലല്ലേ പറഞ്ഞത്, പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ, ഇത് നമുക്ക് മാക്സിമം മുതലാക്കണമെന്ന്. അപ്പോൾ അതൊന്നും ശരിയല്ലേ? അപ്പോൾ അത് ശരിയായ നടപടിയല്ല, മറ്റേത് ശരിയായ നടപടി എന്ന് പറയുന്നത് തെറ്റാണ്. സുപ്രീം കോടതി വിധി വന്നു, അത് പിന്നെ ബോധ്യപ്പെട്ടു, സർക്കാരിന് ബോധ്യപ്പെട്ടു, അത് നടപ്പിലാക്കാൻ പറ്റൂല എന്ന്. അത് വീണ്ടും ഒരു അഫിഡേവിറ്റ് ആയിട്ട് കൊടുക്കണം. അത് കൊടുത്തിട്ടുണ്ട്.
ആരെങ്കിലും അവനെ പറഞ്ഞ് നമ്മളാണ് കൊടുത്തത്. അപ്പോൾ തെറ്റിദ്ധരിക്കൽ, ജനങ്ങളുടെ ഭാഗത്ത് തെറ്റിദ്ധരിപ്പിക്കൽ ഒരു കാരണവശാലും അങ്ങനത്തെ രീതിയിൽ വരില്ല. ഞാനിപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ എല്ലായിടത്തും പറയാണ്, ഞാൻ ഒരു വിശ്വാസിയാണ്, ഞാൻ അന്ധവിശ്വാസിയല്ല, ഞാൻ ഒരു വിശ്വാസിയാണ്, ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഞാൻ കാലത്തെ അമ്പലത്തിൽ പോകും. പക്ഷേ അവിടെ രാഷ്ട്രീയം വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയം വെളിയിൽ, ക്ഷേത്രത്തിൽ ഒരിക്കലും ആ രാഷ്ട്രീയം വരില്ല. ഇത് മാത്രമേ എൻ്റെ ഒരു എളിയ സമയം കഴിയുന്നു. കാര്യം എനിക്ക് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. നമുക്ക് മറ്റൊരു ദിവസം അതേക്കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ആർഗ്യുമെന്റ്സ്. നിഖിൽ, ഒരൊറ്റ മിനിറ്റ്, സമയമില്ല. നിഖിൽ, എനിക്ക് അബ്ദുള്ള സാറിലേക്കും കേണൽ ദില്ലിയിലേക്ക് പോകേണ്ടതുകൊണ്ട് എന്തെങ്കിലും അവിടെ രാഷ്ട്രീയം കലർത്താൻ നിങ്ങൾ ശ്രമിച്ചോ? ഒരേ ഒരു മിനിറ്റ്. എനിക്ക് അഡ്വക്കേറ്റ് സതീഷ് സാറിനോട് സഹതാപം തോന്നി. കാരണം അദ്ദേഹത്തിന് തന്നെ പൂർണ്ണമായ ബോധ്യമുണ്ട് അവിടെ സംഭവിച്ചത് തെറ്റാണ് എന്നുള്ളത്. ആ തെറ്റിനെ ന്യായീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം വലിയ പെടാപ്പാട് വിടുകയാണ്. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഡീവിയേറ്റ് ചെയ്ത് വേറെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോവുകയാണ്. ശബരിമല വിഷയം എന്തായാലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബിന്ദുമണിക്ക് ഒരു ആഗ്രഹമുണ്ട് അവിടെ ചെല്ലണം, നിങ്ങളുടെ വിശ്വാസ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന്. ആ ഒരു ആഗ്രഹമൊക്കെ നിങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്ക് നവോത്ഥാനമൊക്കെ നടത്തണ്ടേ. അപ്പം ഏതായാലും മുതലാക്കാട്ടേക്ക് നമ്മൾ വരികയാണെങ്കിൽ, മുതലാക്കാട്ട് ഇവിടെ വിശ്വാസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങയുടെ ആർഗ്യുമെന്റിനോട് ഞങ്ങൾ യോജിക്കുകയാണ്. വിശ്വാസികളാണ് ക്ഷേത്രത്തിലേക്ക് വരേണ്ടത്. അവിശ്വാസികൾ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മുതലാക്കട്ടെ ഭരണസമിതി കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയ മത്സരത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മത്സരം കൊണ്ടുവന്നത് ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. അതിനു മുമ്പ് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ കൈകളിലായിരുന്നു. അവരെ താഴെ ഇറക്കുവാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിയാണ് വളരെ തുച്ഛമായ വോട്ടുകൾക്കൊക്കെയാണ് പരാജയപ്പെടുത്തിയത്. മാത്രമല്ല 15 വർഷമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. 15 വർഷമായിട്ട് എവിടെയാണോ ആ യുവാക്കൾ പൂക്കളിടുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് പൂക്കളിട്ടത്. പല തരത്തിലുള്ള ആശയങ്ങളൊക്കെ ആദ്യം അവർ മുന്നോട്ട് വെച്ചുകൊണ്ട് പൂക്കളങ്ങൾ ഇടാറുള്ളതാണ്. അതിനെയാണ് തള്ളി പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം അവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി പറയുകയാണ്, അടുത്ത വർഷം അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ പൂക്കൾ യാതൊരു തർക്കം വേണ്ടാത്ത. താങ്ക് യു നിഖിൽ. അബ്ദുള്ള സാർ, 1.5 മിനിറ്റ്, ലാസ്റ്റ് വേർഡ്. യെസ്, അതായത് വിശ്വാസം എന്നതിനെ ഒരു നിലക്കും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. വിശ്വാസത്തെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത്. ഇന്ത്യ മഹാരാജ്യം ഈ രീതിയിൽ നിലനിൽക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. അപ്പം കൂടുതൽ ശക്തമായ വിശ്വാസം, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുക, സ്വന്തം വിശ്വാസത്തിനനുസരിച്ച് സത്യസന്ധമായി നമ്മുടെ പൊതുജീവിതം ഒരു എന്താ പറയുക, ഇത് വെച്ച കലം പോലെ ആയി പോകാനുള്ള കാരണം വിശ്വാസികളുടെ കയ്യിലല്ല കാര്യങ്ങൾ. വിശ്വാസികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ തെറ്റ് സംഭവിക്കില്ല. അതിന് മാത്രം ആ വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിക്കണം, എങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്ക് യു സാർ. കേണൽ ഡെന്നി, 3 minutes. ശരി പ്രദീപ്, എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് പാർത്ഥസാരഥി അമ്പലത്തിന്റെ മുകളിൽ ഭഗവാൻ കൃഷ്ണന്റെ തേരിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ആ ധ്വജത്തിന് പുഷ്പത്തിനകത്ത് ക്ഷേത്രത്തെ മുന്നിൽ പൂക്കളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും തടയാൻ സാധിക്കില്ല. ഭാരതത്തിന്റെ സൈന്യം അവരുടെ ശൗര്യം കാണിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരെഴുതിയിട്ടുണ്ടെങ്കിൽ അതും ആർക്കും തടയാൻ സാധിക്കില്ല, ആർക്കും അതിനെ മാച്ചു കളയാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ വിശ്വാസം തന്നെയാണ് വലുത്. ആ വിശ്വാസം വലുതായോണ്ടാണ് അയ്യപ്പന്റെ ആ ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ തകർക്കാൻ നടന്ന അതേ. ഞാൻ ഒന്ന് ഇടപെടുകയാണ് കേണൽ ഡെന്നി. അദ്ദേഹം പറഞ്ഞു വെച്ചത് സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു, ഏത് സർക്കാർ ഭരിച്ചിരുന്നെങ്കിൽ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്നാണ്. സുപ്രീം കോടതി വിധിനകത്ത് എവിടെയെങ്കിലും പറഞ്ഞിരുന്നോ ശ്രീ പ്രദീപ്? ഇപ്പൊ തന്നെ ഇതേ നിമിഷം ഞങ്ങൾ ഓർഡർ ഇടുന്ന ആ ഇങ്ക് സൈൻ ചെയ്ത് ഇങ്ക് ഉണങ്ങുന്നതിന് മുമ്പ് അവിടെ യുവതികളെ കേട്ടണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നോ? സുപ്രീം കോടതി പറഞ്ഞിരുന്നോ ഈ യുവതികളെ വേഷം മാറ്റി പോലീസിന്റെ വേഷം ധരിച്ച് മുകളിലോട്ട് കൊണ്ടുപോകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇനി സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ 1 ഡസൻ സുപ്രീം കോടതിയുടെ ഓർഡേഴ്സ് ഉള്ളത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. സുപ്രീം കോടതിയുടെ ഓർഡേഴ്സ് നമ്മൾ പാലിക്കേണ്ടതാണ്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിന്റെയും ഓർഡേഴ്സ് പാലിക്കാത്ത എത്ര വിധികൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് എല്ലാ വിധികളും നമ്മൾ പാലിക്കത്തൊന്നുമില്ല. ചില വിധികൾ നമ്മൾ പാലിക്കും, ചിലവർ നമ്മൾ കൺവീനിയന്റ് ആയിട്ട് മറക്കും. അതാണ് ആ രാഷ്ട്രീയം, അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത് വിശ്വാസത്തിന്റെ പേര് നിങ്ങൾ ആ ആചാര അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കും, അതേ വിശ്വാസത്തിന്റെ പേര് വോട്ട് കേറാൻ വേണ്ടി നിങ്ങൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് നിങ്ങൾ പറയും ഞങ്ങളാണ് വിശ്വാസികൾ, നിങ്ങൾക്ക് മറ്റുള്ളവരാരും വിശ്വാസികൾ അല്ല എന്നുള്ള രീതിയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം, ജനങ്ങൾക്ക് ഇത് എല്ലാം അറിയാം. വിശ്വാസം തന്നെയാണ് വലുത്, അതിനകത്ത് യാതൊരു സംശയമില്ല. ആ വിശ്വാസം തന്നെ എല്ലാ കാലത്തും നിലനിൽക്കും. പാർട്ടികൾ ഇന്നും നാളെയൊക്കെ ചിലപ്പോൾ പോകും, പക്ഷെ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ തന്നെ കാണും, സ്വാമി അയ്യപ്പൻ ഇവിടെ തന്നെ കാണും, ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളും ഇവിടെ തന്നെ കാണും. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ശക്തികളുടെ അടുത്തൊക്കെ പോരാടാൻ പോകാൻ വേണ്ടി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
വളരെയധികം നന്ദി ശ്രീ ഒ അബ്ദുള്ള, കേണൽ ഡിന്നി, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നിഖിൽ മനോഹർ ഈ ചർച്ചയിൽ ചേർന്നത്. സമയപരിമിതി മൂലം തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വിഷയമായി നാളെ കാണാം. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജനം ടു നൈറ്റുമായി ശ്യാം ബാബു കൊറോത്ത് ചേരും. നമസ്തേ.